കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ. ഇന്നലെ 5.5 മണിക്കൂർ നിന്ന ആളോട് ഇന്ന് 1 മണിക്കുള്ളിൽ നിൽക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. സോ എനിവേ, എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും ഞാൻ പ്രാരംഭത്തിൽ അറിയിക്കട്ടെ. ക്രിസ്തുവിലേറെ സ്നേഹിക്കുകയും ജ്യേഷ്ഠ സഹോദരതുല്യം ബഹുമാനിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബിജുസൻ, പ്രിയ ആൻറ്റി, പ്രിയ ആഷ്ലി മോള്, ജോൺസൺ ചായൻ കുടുംബം, ആൻസി എസ്റ്റർ കുഞ്ഞുങ്ങൾ, ദൈവസഭയിൽ ഞാൻ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും ഞാൻ അറിയിക്കട്ടെ. നിങ്ങളെ കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ ശുശ്രൂഷിപ്പാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ദൈവത്തിൻ്റെ എല്ലാ വിശ്വസ്തതകൾക്കായിട്ടും ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ്. കഴിഞ്ഞ പകൽ സെഷനുകളിൽ സ്വർഗത്തിലെ ദൈവം നമ്മളെ തൊട്ടല്ലോ. ആമേൻ, സ്തോത്രം. കുഞ്ഞുങ്ങൾ, ഇന്നലെ ഒരു പുതിയ എക്സ്പീരിയൻസ്, പരിശുദ്ധാത്മാവുമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടായ കുഞ്ഞുങ്ങളൊന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ മാത്രം had something new experience. അച്ഛാ, നമ്മുടെ 2025 അവസാന ഫാസ്റ്റിംഗ് പ്രയറിൻ്റെ റിസൾട്ട് ഇതാണ് റിസൾട്ട്. ആ കുഞ്ഞുങ്ങളൊന്ന് തിരിഞ്ഞു നിൽക്കാമോ? സഭ ഒന്ന് കരമുയർത്തിപ്പിടിച്ച് നമ്മളൊരു വാക്ക് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. എല്ലാവരും അധരം തുറന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. നിങ്ങളുടെ മക്കൾ എന്ന നിലകളിൽ ഒന്ന് കരമുയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഇവരാണ് അടുത്ത ജനറേഷൻ. ഇവരാണ് ഈ പട്ടണത്തെ നിയന്ത്രിക്കേണ്ടത്. ഇവരാണ് ദൈവസഭയുടെ മുതൽക്കൂട്ട്. പ്രാർത്ഥിച്ചാട്ടെ, ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇവർ പ്രാപിച്ച ഈ അഭിഷേകത്തിൽ ഇവർ നിലനിൽക്കട്ടെ. ഈ ലോകം അവരുടെ ഉള്ളിൽ കയറാതെ വണ്ണം സ്വർഗത്തിലെ ദൈവത്തിന്റെ കരുതലിന്റെ കരം അവരോട് കൂടിയിരിക്കണം. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന സഭയായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുകയാണ്. തിരുകരം കൂടിയിരിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്ലീസ് ബി സീറ്റഡ് മക്കളെ. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ചാട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഞങ്ങളോട് സംസാരിക്കണമേ എന്നുള്ള കൊതിയോടുകൂടി പ്രാർത്ഥിച്ചാട്ടെ. സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരേണമേ, ഞാനോ കുറയേണമേ. സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരേണമേ, ഞാനോ കുറയേ. നിത്യസ്നേഹം എന്നെയും തേടി, ഓ നിത്യമാം സൗഭാഗ്യം തന്നുവല്ലോ. ഹീനനെ മെനഞ്ഞല്ലോ കർത്താവിനാ, മാന പാത്രവും. കരമെല്ലാം ഉയർത്തി. സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരേണമേ, ഞാനോ കുറയേ. ശബ്ദമുയർത്തി പാടിക്കെ. സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരേണമേ, ഞാനോ കുറയേ. അതുകൊണ്ട് ഇരു കരങ്ങളും ഉയർത്തേ. ഹാ 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 ലേലുയാ, ഹാ 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 ലേലുയാ, ഹാ 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 ലേലുയാ, ഹാ 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 ലേലുയാ.
ശബ്ദമുയർത്തി പാടിയേ. ഹാ 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 ലേലുയാ. ഹാ 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 ലേലുയാ. ഹാ 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 ലേലുയാ. ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ. നല്ല പിതാവേ, ഞങ്ങൾ തിരുപാദപീഠത്തിൽ അടുത്ത് വരുന്നു. തുടർന്നുള്ള നിമിഷങ്ങൾ അങ്ങ് ഞങ്ങളോട് സംസാരിക്കണം. അങ്ങയുടെ ശബ്ദത്തിന് വേണ്ടി ഞങ്ങൾ കൊതിക്കുന്നു. അങ്ങയുടെ ശബ്ദമല്ലാതെ യാതൊന്നും അടിയൻ്റെ നാവിൽ നിന്ന് പുറത്തു വരരുത്. അങ്ങയുടെ നാവായി അടിയനെ ഇവിടെ നിർത്തണം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. വീണ്ടും ക്രിസ്തുവിൽ വന്ദനം. എന്നെ ക്ഷണിച്ച കർത്താവിൻ്റെ ദാസനോടുള്ള പ്രത്യേക നന്ദി, സ്നേഹത്തെ ഞാൻ അറിയിക്കുന്നു. എന്നെ ഒരു കൂടപ്പിറപ്പിനെ പോലെ കണ്ട് സ്നേഹിക്കുന്നവർക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ആമേൻ. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഞാനും കുഞ്ഞുകൂടാ നിങ്ങളെ ശുശ്രൂഷിപ്പാനായി വന്നത്. ഞങ്ങൾ അടുത്ത വർഷമേ ഇനി വീട്ടിൽ കയറത്തുള്ളൂ. സോ ആമേൻ. സ്റ്റെഫിക്ക് ഡ്യൂട്ടി ആയതുകൊണ്ട് നാളെ ഞങ്ങൾ ലെസ്റ്ററിലേക്ക് പോകും. നാളെ പകൽ മുതൽ 31-ാം തീയതി പകൽ വരെ ലെസ്റ്ററിലാണ്. അതിനുശേഷം ബറിയിലെ ഞങ്ങളുടെ ചർച്ചിൽ ശുശ്രൂഷിച്ചിട്ട് ഞങ്ങൾ മടങ്ങി കെൻറ്റിലേക്ക് പോകും. ആമേൻ. കഴിഞ്ഞ പകൽ മുതൽ നമ്മൾ ചിന്തിച്ചതൊരു ചെറിയ വാക്യത്തിൽ നിന്നാണ്. ജെനസിസ് 22:23. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം. ബെഥുവേൽ റിബേക്കയെ ജനിപ്പിച്ചു. ആമേൻ. അതായിരുന്നു നിങ്ങളെല്ലാവരും പുള്ളി എന്നതാ ക്ലൈമാക്സ് പറയാൻ പോകുന്നതെന്ന് ഇന്നലെ മുതലേ ചിന്തിക്കുകയെന്ന് എനിക്കറിയാം. ഇന്ന് എന്തായാലും റിബേക്ക ജനിക്കട്ടെ. ബെഥുവേൽ റിബേക്കയെ ജനിപ്പിച്ചു. ബെഥുവേൽ റിബേക്കയെ ജനിപ്പിച്ചു. ആമേൻ. നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത പറഞ്ഞ് തുടങ്ങിയത് നമ്മുടെ പ്രതീക്ഷകൾക്കപ്പുറം കരുതുന്നൊരു ദൈവം. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കരം ഉയർത്തി ഒരാമേൻ പറഞ്ഞേ. നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ പ്രതീക്ഷകൾക്കും അപ്പുറം അബ്രഹാമിന് വേണ്ടി, ഇസ്ഹാക്കിന് വേണ്ടി കരുതിയ ഒരു ദൈവം. നമ്മൾ തുടക്കം 22-ാം അധ്യായത്തിൻ്റെ തുടക്കം മുതൽ ഇങ്ങനെ ചിന്തിച്ചു വരികയായിരുന്നു. അതിൻ്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചു. ഏതിൻ്റെ ശേഷം? ഒത്തിരി നമ്മൾ ചിന്തിച്ചു. ഉൽപ്പത്തി 12-13 നമ്മൾ ചിന്തിച്ചു. ഇനി 14, 15, 16, 17, 18, 19, 20, 21 പിന്നെ എപ്പോഴേലും വിളിക്കുവാണ് നമുക്ക് ചിന്തിക്കാം. അബ്രഹാം പിതാവ് കടന്നുപോയ 3 പരിശോധനകൾ മാത്രമാണ് കഴിഞ്ഞ പകലിൽ നമ്മൾ ചിന്തിച്ചത്. 15-ാം അധ്യായം പഠിച്ചാലും 14-ാം അധ്യായം പഠിച്ചാലും ആമേൻ 17, 18, 19, 20, 21 പഠിച്ചാലും അബ്രഹാം പിതാവിനെ കാഠിന്യമേറിയ ശോധനകളുടെ അകത്തൂടെ സാജനെ ഞാൻ കാണുന്നു. സാജൻ ഓക്കെ, ഞാൻ അന്വേഷിക്കാറുണ്ട്. സാജൻ വല്ലപ്പോഴും വരാറുണ്ടെന്ന് കേൾക്കുന്നു. ഓക്കെ, ആമേൻ. ചില മുഖങ്ങൾ പരിചയം കാണുമ്പോഴൊന്നും ഓർത്തതാണ്. ഓക്കെ, താങ്ക് യു. ആമേൻ, സ്തോത്രം. ആമേൻ, ആമേൻ. ഓരോ പരിശോധനകളുടെ അകത്തൂടെയും അബ്രഹാം പിതാവിനെ സ്വർഗത്തിലെ ദൈവം ഇങ്ങനെ കടത്തിവിട്ടു. നോക്കണമേ, ആമേൻ. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിൽ കഠിനമേറിയ മറ്റൊരു പരിശോധന അബ്രഹാം പിതാവിനുണ്ടായി. ആമേൻ. തൻ്റെ ദാസിയിൽ തനിക്ക് ആദ്യമുണ്ടായ സന്താനം ഇസ്മയേലിനെ സാറയുടെ വാക്ക് കേട്ട് വീട്ടിൽ നിന്ന് ഇറക്കി വിടേണ്ടി വരുന്ന ഒരു വല്ലാത്ത പരിശോധന. ഒരപ്പൻ എന്ന നിലയിൽ സാറയ്ക്ക് വലിയ എളുപ്പമാണ് മോനെ ജസ്റ്റിനെ ആമേൻ ഇനി ഇസ്മയേൽ വീട്ടിൽ വേണ്ടെന്ന് പറയാനും ഹാഗർ ഇനി വീട്ടിൽ വേണ്ടെന്ന് പറയാനും സാറയ്ക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആമേൻ ജനിപ്പിച്ച പിതാവിന്, അബ്രഹാം പിതാവിന് വേദനപ്പെട്ട് കാണും. ആമേൻ സ്വന്തം മകനെ വീട്ടിൽ നിന്ന് ബർശേബ മരുഭൂമിയിലേക്ക് തള്ളി ഇറക്കി വിടുമ്പോൾ ആ പിതാവിൻ്റെ ഹൃദയം ഇങ്ങനെ പിടഞ്ഞു കാണും. പിടഞ്ഞ ഹൃദയവുമായി അബ്രഹാം പിതാവ് ആമേൻ ഇങ്ങനെ ഇരിക്കുമ്പം വളരെ വേദനപ്പെട്ട ഹൃദയവുമായി അബ്രഹാം പിതാവ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ വീണ്ടും മോളിൽ നിന്നൊരു വിളി, അബ്രഹാമേ എന്ന് വീണ്ടും ഒരു വിളി, അബ്രഹാമേ എന്ന് വീണ്ടും ഒരു വിളി. അതിൻ്റെ ശേഷം യഹോവയായ ദൈവം, ഒത്തിരി പരിശോധനകളുടെ ശേഷം യഹോവയായ ദൈവം അബ്രഹാമിനെ വീണ്ടും വിളിച്ചു. അപ്പോഴും മക്കളെ അബ്രഹാം പിതാവിൻ്റെ മറുപടി എന്നാണെന്നറിയാവോ? ലോർഡ് ഹിയർ ഐ ആം, ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്ന്. കേട്ടില്ല? വീണ്ടും പരിശോധിക്കാൻ വിളിച്ചാലും, വീണ്ടും എന്നെ തകർക്കാൻ വിളിച്ചാലും, വീണ്ടും എൻ്റെ കൊച്ചിനെ ചോദിക്കാൻ വിളിച്ചാലും, വീണ്ടും എന്നെ പരിശോധനകളുടെ ആഴക്കയങ്ങളിലേക്ക് തള്ളിവിടാൻ അങ്ങനെ വിളിച്ചാലും അങ്ങയുടെ സന്നിധി വിട്ടു മാറുന്നവനല്ലേ അബ്രഹാം. ഏതെല്ലാം പരിശോധനകളുടെ അകത്തൂടെ എന്നെ കടത്തിവിട്ടാലും അങ്ങയുടെ സന്നിധിയിൽ ഞാൻ ഇപ്പോഴും ഉണ്ടെന്ന് പറയുന്ന ഒരു അബ്രഹാം പിതാവ്. എൻ്റെ ചോദ്യം, are we still there? നമ്മളിപ്പോഴും ഉണ്ടോ അവൻ്റെ ശബ്ദത്തിൻ്റെ പരിധികളുടെ അകത്ത്? യോ മക്കളെ, ഇന്നലകളിൽ ദൈവശബ്ദം കേട്ടെന്നല്ല,
ഇന്ന് കേൾക്കുന്നുണ്ടോ? ഇന്നലകളിൽ ഒത്തിരി കേട്ടതാ ചാച്ചാ. നോ, ഡസന്റ് മാറ്റർ. അതല്ല മക്കളെ കാര്യം. ഇന്നും നിന്റെ കാതുകളിൽ അപ്പന്റെ ശബ്ദം മുഴങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ നോക്കി പറയും, നിങ്ങൾ അവന്റെ ശബ്ദത്തിന്റെ പരിധികളുടെ അകത്തുണ്ട്. എടുക്കണ്ട, നിങ്ങൾ എൻ്റെ കൂടെ ശ്രദ്ധിച്ചോടി വന്നാൽ മതി. സമയം നമ്മുടെ മുൻപിൽ ഇല്ലാത്തത് കൊണ്ട് ശരവേഗത്തിൽ ഞാൻ ഓടുന്നു. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിനകത്ത് വീണ്ടും പടകും വലയും എല്ലാം എടുത്തുകൊണ്ട് ആമേൻ പോകുമ്പോഴേ, പത്രോസ് പോകുമ്പം ആമേൻ 7 പേരെയും കൊണ്ടാ പോയെ. താനടക്കം 7 പേരെയും കൊണ്ടാ പോയെ. ചിലരങ്ങനെ പിന്മാറി പോകുമ്പോൾ ഒറ്റയ്ക്ക് പോവുകയല്ല, കുറച്ച് പേരെയും കൊണ്ടേ പോകത്തുള്ളൂ. സഭയിൽ നിന്ന് പോകുന്ന അച്ചായനെയും നോക്കിയാൽ മതി. ഒറ്റയ്ക്ക് പുള്ളി ഒരിക്കലും പോവുകയല്ല. മുന്നിരിക്കുന്ന ചാക്കോച്ചാനെയും തോണ്ടും, സൈഡിൽ ഇരിക്കുന്ന തോമാച്ചാനെയും തോണ്ടും. പറ്റുമെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ടേ അവർ പോകത്തുള്ളൂ. അങ്ങനെ 6 പേര്, മൊത്തത്തിൽ 7 പേരുമായിട്ട് പത്രോസ് വീണ്ടും പടകും വലയും എടുത്ത് മീൻ പിടിക്കാൻ പോകുമ്പം അമ്മൻ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. ഇവരിങ്ങനെ അമ്മൻ വിഷമിച്ച് ഇങ്ങനെ തിരിച്ച് കരയിലോട്ട് വരുമ്പോഴത്തേക്കിന് കരയെന്ന് ഒരു പുള്ളി ചോദിക്കുവാന്നേ. കരയെന്ന് ഒരു പുള്ളി ചോദിക്കുക, കുഞ്ഞുങ്ങളെ കൂട്ടാൻ വല്ലതും ഉണ്ടോയെന്ന്. എനിക്ക് എൻ്റെ പാസ്റ്റർ അച്ഛാ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ വിളിയാണ്. എന്നാ എല്ലാം കുരുത്തക്കേട് കാണിച്ചാലും പിന്നെയും പിന്നെയും കുഞ്ഞേന്ന് വിളിച്ച ആ വിളിയാ മക്കളെ നമ്മളെ ഇവിടെ വരെ നിർത്തിയത്. എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. നീ തെറ്റിപ്പോയപ്പോഴും, നീ കുരുത്തക്കേട് കാണിച്ചപ്പോഴും, നീ ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോയപ്പോഴും വീണ്ടും വീണ്ടും നിന്നെ കാത്തു നിന്ന് കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചു. എന്നിട്ട് കർത്താവ് ചോദിക്കുകയാണ്, മക്കളെ കൂട്ടാൻ വല്ലതും ഉണ്ടോടാ? അന്നേരം അവർ പറഞ്ഞു, ഒന്നുമില്ല, ഞങ്ങളുടെ പക്കലൊന്നുമില്ല. തമ്പുരാൻ പറഞ്ഞു, പടകിൻ്റെ വലത്ത് ഭാഗത്തോട്ട് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കാൻ പറഞ്ഞു. അമൻ വല വീശിയപ്പോഴത്തേക്കിന് 153 വലിയ മീൻ കൂട്ടങ്ങളെ അവർക്ക് കിട്ടി. എല്ലാത്തിനെയും കൂടെ വലിച്ചെടുത്തോണ്ട് വന്ന് കരയിലോട്ട് വരുമ്പോഴത്തേക്കിനെ അമൻ പത്രോചായനെ തോണ്ടിയിട്ട് യോഹന്നാൻ ഒരു ചോദ്യം ചോദിക്കുക. അമൻ നിങ്ങൾ വായിക്കണം, വീട്ടിൽ പോയിരുന്ന പുസ്തകത്തിലുണ്ടോ എന്ന് പരിശോധിക്കണം. അമൻ തോണ്ടിയിട്ട് ചോദിച്ചു, എടാ പത്രോസേ, നിനക്കത് ആരാന്ന് മനസ്സിലായോ? അത് നമ്മുടെ കർത്താവാണ്. നിനക്കാരാന്ന് മനസ്സിലായോ? അത് നമ്മുടെ. എൻ്റെ ചോദ്യം, എടാ പത്രോസേ, നീയല്ലേ ഈ ശബ്ദം ആദ്യം കേട്ടെ? കൂടുണ്ടോ? നീയല്ല ഈ ശബ്ദം ആദ്യം കേട്ട. നിന്റെ പടകിനകത്തിരുന്ന മണിക്കൂറുകൾ ജനത്തോട് സംസാരിച്ചിട്ട് 2 പടകിൻ്റെ മുഴുവൻ നിറവ് നിനക്ക് നൽകി. അമൻ പത്രോസേ, നിന്നെ അമൻ മീൻ പിടിക്കുന്നവനല്ല മനുഷ്യരെ പിടിക്കുന്നവനാക്കുമെന്ന് പറഞ്ഞ് വിളിച്ചിറക്കിയിട്ട് ഫിലിപ്പിൻ്റെ കൈസരിയിൽ വെച്ച് പത്രോസിനോട് പറഞ്ഞു, അമൻ സ്തോത്രം, ബറയോനായ ശിമോനെ, നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്ര എന്ന് പറഞ്ഞ് പത്രോസിൻ്റെ കൂടെ നടന്ന ശബ്ദം നിങ്ങൾ കേട്ടെ. 3.5 കൊല്ലം മുട്ടി ഉരുമി നടന്ന ശബ്ദം. എപ്പോഴെല്ലാം പ്രാർത്ഥിക്കാൻ പോയാലും കൂടെ ഇരുന്ന അവൻ പത്രോസിന്റെ കൂടെ ഇരുന്ന ഈ ശബ്ദം, കടലിന്റെ മീതെ നടക്കുവാൻ പത്രോസിനെ പ്രാപ്തനാക്കിയ ശബ്ദം. നോക്ക്, വിളിച്ചിറക്കിയ ശബ്ദം, പടക് നിറച്ച ശബ്ദം, കടലിന്റെ മീതെ നടക്കുവാൻ പ്രാപ്തനാക്കിയ ശബ്ദം. ആമേൻ സ്തോത്രം. ബറയോനായ ശിമോനെ, നീ ഭാഗ്യവാനെന്ന് പറഞ്ഞ ആ ശബ്ദം. പക്ഷേ ഇന്ന് തിരിച്ചറിയാൻ യോഹന്നാന്റെ സഹായം വേണ്ടി വന്നു പത്രോസിന്. എൻ്റെ ചോദ്യം, പത്രോസേ, അങ്ങക്കിതെന്ത് പറ്റി? പത്രോസ് പറയും, എവിടെയോ ഞാൻ അകലം വിട്ടുപോയെന്ന്. എവിടെയോ ഞാൻ അകലം വിട്ടുപോയെന്ന്. ഇന്ന് പകലിലും ഞാനൊരു ദൂത് കൈമാറാം. മാറത്തിരുന്ന് അവൻ ചങ്കിടിപ്പ് തിരിച്ചറിയുന്ന യോഹന്നാനെ പോലെ, മാറത്ത് പറ്റിച്ചേർന്ന് കിടന്ന് ആ ശബ്ദം തിരിച്ചറിയുന്ന യോഹന്നാനെ പോലെ, അവൻ സ്തോത്രം, അകലം വിട്ടു പോയിട്ടും പിന്നെയും തിരിച്ചു വന്ന പത്രോസിനെ പോലെ ശബ്ദത്തിൻ്റെ പരിധികളുടെ അകത്തു നിന്ന്, പരീക്ഷണങ്ങളുടെ അകത്തും അവൻ ശബ്ദത്തെ തിരിച്ചറിഞ്ഞ അബ്രഹാം പിതാവിനെ പോലെ അവന്റെ ശബ്ദ പരിധികളുടെ അകത്തേക്ക് ഇന്ന് പകലിൽ ആരെയോ സ്വർഗത്തിലെ ദൈവം ക്ഷണിക്കുകയാ. മകളെ, പ്രവാചകനിൽ നിന്ന് ശബ്ദം കേൾക്കുന്നത് നല്ലതാ, തെറ്റൊന്നും ഞാൻ പറയുന്നില്ല. എബിൻ പാസ്റ്റർ വന്ന് പ്രസംഗിച്ചു, 5.5-6 മണിക്കൂർ പുള്ളി ഇന്നലെ നിന്നു, നല്ലതാ, നോ പ്രോബ്ലം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അപ്പൻ്റെ ശബ്ദം നേരിട്ട് ചെവി കേൾക്കുന്നതാ ഏറ്റവും വലിയ ഭാഗ്യം. ഞാനത് അധികം തൊട്ട് നിൽക്കുന്നില്ല, ഞാൻ ഓടി പോവാ. നമ്മുടെ മുമ്പിൽ നേരില്ല. അബ്രഹാമേ എന്ന് വിളിച്ചതിന് അതിൻ്റെ റിയൽ ട്രാൻസ്ലേഷനിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ലോർഡ് സ്പീക്ക് ടു മീ സ്റ്റിൽ ഐ ആം ലിസണിങ് ടു യു. ഞാൻ ഇപ്പോഴും കേട്ടോണ്ടിരിക്കുകയാണ്, ഞാൻ ഇപ്പോഴും നിന്നെ കേട്ടോണ്ടിരിക്കുക. എന്നിട്ട് പറഞ്ഞു, അപ്പോൾ അവൻ, നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയാദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ
അവനെ യാഗം കഴിക്കണമെന്ന് പറഞ്ഞു. ഇനിയുള്ള ഭാഗം കുറേ അധികം ശ്രദ്ധിച്ചെൻ്റെ കൂടെ വരണം. താങ്ക് യു മോനെ, കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ നീ ഈ നിപ്പ് നിൽക്കുക എൻ്റെ കൂടെ. താങ്ക് യു സോ മച്ച്. ദൈവം അവനെ അനുഗ്രഹിക്കട്ടെ. ഒന്ന് കര ഉയർത്തി അവനെ ഒന്ന് ബ്ലസ് ചെയ്തേരെ. ആമേൻ. കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധിച്ചേ. ആമേൻ. സ്തോത്രം. ഇന്ന് അലക്സ വായിക്കണ്ടെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞു അവനെ തന്നെ, കാര്യം കലാശക്കോട്ടല്ലേ, സോ അവൻ തന്നെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. താങ്ക് യു. അലക്സിൻ്റെ നല്ല മനസ്സിന് നന്ദി. ഓക്കെ, അപ്പോൾ നോക്കണേ, നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനാകുന്ന ഇസഹാക്കിനെ തന്നെ യാഗം കഴിക്കണം. അപ്പോൾ എൻ്റെ ചോദ്യം, എന്തിനെയാ കർത്താവ് യാഗം കഴിക്കണ്ടേ? തമ്പുരാൻ്റെ മറുപടി, നീ ഏറ്റവും അധികം സ്നേഹിക്കുന്നതിനെ യാഗം കഴിക്കണം. കേട്ടില്ലെന്ന് തോന്നുന്നു. നീ ഏറ്റവും അധികം ടൈം എവിടാണോ സ്പെൻഡ് ചെയ്യുന്നത് അതിനെ യാഗം കഴിക്കണ്ടേ. ആമേൻ. ദൈവത്തെക്കാൾ അധികമായി. കഴിഞ്ഞ പകൽ നമ്മൾ ചിന്തിച്ചിരുന്നല്ലോ ഡിട്രോണമി 8:2 നിന്ന് ഹൃദയത്തിലിരിക്കുന്നത് അറിയാൻ വേണ്ടി സ്വർഗത്തിലെ ദൈവത്തിനൊരാഗ്രഹം. അബ്രഹാമിൻ്റെ ഹൃദയത്തിൽ ഇസഹാക്കാണോ ഞാനാണോ ഇരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി അബ്രഹാമിനോട് പറഞ്ഞു, നീ സ്നേഹിക്കുന്ന നിൻ്റെ സ്പെസിഫൈ ചെയ്ത് കർത്താവ് പറഞ്ഞു, നിൻ്റെ ഏകജാതനാകുന്ന മക്കളെ. നമ്മൾ ഇന്നലെ കേട്ടായിരുന്നേ. ആമേൻ. അബ്രഹാം പിതാവ് പൂർണ്ണ അനുസരണത്തിലൊന്നുമല്ല ആദ്യം ഇറങ്ങി. ഇച്ചിരി അനുസരണക്കേടൊക്കെ കാണിച്ച് പാർഷ്യൽ ഒബീഡിയൻസ് ആൻഡ് ഡിലൈഡ് ഒബീഡിയൻസ് ഒക്കെ കാണിച്ച അബ്രഹാം പിതാവ് ഇറങ്ങി. പക്ഷേ ബിജുസൻ പാസ്റ്ററെ കേട്ടോണേ, ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം എത്തിയപ്പോഴത്തേക്കിനെ ദൈവത്തിന് പോലും ചലിപ്പിക്കാൻ കഴിയാത്ത വിശ്വാസത്തിൻ്റെ ഉടമയായി, ആമേൻ, അനുസരണത്തിൻ്റെ ഉടമയായി അബ്രഹാം പിതാവ് ആമേൻ മാറിക്കഴിഞ്ഞു. ആമേൻ. ഒന്ന് വാദിക്കാൻ നിന്നില്ല, വേണോ എന്ന് ചോദിക്കാൻ നിന്നില്ല. പറഞ്ഞ ഉടനെ മകനെയും എടുത്തോണ്ട് ആമേൻ അബ്രഹാം പിതാവ് സ്വർഗത്തിലെ ദൈവം പറഞ്ഞതിനെ പൂർത്തീകരിക്കാൻ ഇറങ്ങുകയാണ്. പറഞ്ഞു, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന മലയിൽ അവനെ യാഗം കഴിക്കണം. അപ്പം ഞാൻ കർത്താവിനോട് പലപ്പോഴും ചോദിച്ചൊരു ചോദ്യമുണ്ട്, കർത്താവേ, എവിടെയാണ് കരുതലിൻ്റെ ദൈവം വരുന്നത്? കൂടെണ്ടോ? എവിടാണ് കരുതലിൻ്റെ ദൈവം പ്രത്യക്ഷപ്പെടുന്നത്? അപ്പം എന്നോട് ദൈവാത്മാവ് പറഞ്ഞൊരു മറുപടി ഇങ്ങനെയാണ്, മോനെ, നിന്റെ യാത്രകൾക്ക് എപ്പോഴാണോ ഞാൻ കൽപ്പിക്കുന്ന ഇടത്ത് വരാൻ കഴിയുന്നത്, കൂടെണ്ടോ, അവിടെ കാണുന്ന നിനക്കുള്ള കരുതലുമായിട്ട് ഞാൻ കൂടെണ്ടോ. ഈ നമ്മുടെ കുഴപ്പം എന്നാണെന്നറിയാമോ? നമ്മൾ എവിടോ ഇരുന്നിട്ട് രക്തം ജയം പറഞ്ഞുകൊണ്ടിരിക്കുക. സിമ്പിൾ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ആർ യു റിയലി പൊസിഷൻഡ് ഫോർ ഹിസ് പ്രൊവിഷൻസ്? അർത്ഥമുള്ളൊരു ചോദ്യമാണോ? ഓക്കെ. എലിയാവിനോട് പറഞ്ഞു, എടാ നീ കെരീത്തിൽ പോയിരിക്കാൻ പറഞ്ഞു. അവിടെ നിനക്കുള്ള അപ്പോൾ ഉറച്ചിയായിട്ട്. ഈ കെരീത്തിൻ്റെ പ്രത്യേകത എന്നാണെന്നറിയുമ്പോൾ ബിജുസൻ പാസ്റ്ററെ, കെരീത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, കെരീത്ത് എന്ന് പറയുന്നത് കാക്കകൾ കൂട്ടത്തോടെ പാർക്കുന്ന ഇടമാണ് കെരീത്ത്. അറിഞ്ഞിട്ടുണ്ടോ? എവിടെ? ഓക്കെ, ആകെ അറിഞ്ഞായിരുന്നു നമ്മൾ എവിടെ എത്തിയാനായിരുന്നു. ഓക്കെ, കാക്കകൾ കൂട്ടത്തോടെ പാർക്കുന്ന ഇടമാണ് കെരീത്ത് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു കാക്ക ഒറ്റയ്ക്കിരുന്ന് ഫുഡ് കഴിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുള്ളവരുണ്ടോ? ഏതെങ്കിലും ഒരു കാക്ക ഒറ്റയ്ക്കിരുന്ന് ഫുഡ് കഴിക്കുന്നത് കണ്ടിട്ടില്ല. ഏതെങ്കിലും ഒരുത്തൻ്റെ കയ്യിൽ ഒരു ഭക്ഷണം കിട്ടിയാൽ എവിടുന്നാന്ന് അറിയത്തില്ല, ജസ്റ്റ് മോനെ ഒരു 5-6 കാക്കയും കൂടെ ചുറ്റും വന്നേക്കും. പക്ഷേ ഏലിയാവിനുള്ള ഭക്ഷണമായിട്ട് വന്നപ്പോഴേ ഒരു കാക്കയെ അത് അപഹരിച്ചില്ലെന്ന്. കേൾക്കുന്നുണ്ടോ? ദൈവം പറഞ്ഞ കെരീത്തിൽ നീ ഉണ്ടെങ്കിൽ ആമേൻ, നിനക്കുള്ള കരുതലുമായിട്ട് കാക്ക വരും. ഇനി അടുത്തതൂടെ കേട്ടോ, നിനക്കുള്ളതിനെ അപഹരിക്കാൻ വേറൊരുത്തനെയും സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തുമില്ല. പക്ഷേ ജോൺസണിച്ചാ നമ്മുടെ കുഴപ്പം എന്നാണെന്നറിയാമോ? വഴി അറിയാൻ മേലാത്ത, ഗൂഗിൾ മാപ്പ് നോക്കാൻ അറിയാത്ത, ബുദ്ധിയില്ലാത്ത, വിവരമില്ലാത്ത കാക്ക കൃത്യം കെരീത്തി വരുന്നുണ്ട്. നമ്മൾ ഇതുവരെയും കെരീത്തിലെത്തിയിട്ടില്ല. കേട്ടില്ലെന്ന് തോന്നുന്നു. മനസ്സിലായോ ഞാൻ പറഞ്ഞേ? ഇതെല്ലാം നോക്കാൻ അറിയാത്ത കാക്ക കൃത്യം കരീത്തിൽ വന്നു പോകുന്നുണ്ട്. പക്ഷെ ബോധമുള്ള നമ്മൾ ഇതുവരെ ദൈവം പറഞ്ഞ കരീത്തിൽ, ആമേൻ, ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ ശ്രദ്ധിച്ചോ, 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവർ ഇരുവരും ദൈവം കൽപ്പിച്ചിരുന്നെടുത്തെത്തിയെന്ന്. അബ്രഹാമിന് ഒരു കാര്യം ഉറപ്പുണ്ട്, ദൈവത്തിൻ്റെ കൽപ്പിത ഇടങ്ങളിൽ എനിക്കൊരു കരുതലുണ്ടെന്ന്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ദൈവം കൽപ്പിക്കുന്ന കെരീത്തിൽ നിനക്കൊരു കരുതലുണ്ട്. ദൈവം കൽപ്പിക്കുന്ന സരേഫാത്തിൽ നിനക്കൊരു കരുതലുണ്ട്. ദൈവം കൽപ്പിക്കുന്ന മോറിയാദേശത്തെ ആ മലയുടെ മുകളിൽ നിനക്കൊരു കരുതലുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ആ കരങ്ങളെ ചേർത്തടിച്ച് ദൈവത്തിന് ആരാധന കൊടുത്തിട്ട് പറ, ഇതുവരെ വെളിപ്പെടാത്ത ഒരു കരുതൽ എനിക്ക് വേണ്ടിയുണ്ട്.
അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കണം, ബേൺഡ് ഓഫറിങ്. 3-ാമത്തെ വാക്യം മുതൽ കുറെ കൂടെ ശ്രദ്ധിക്കണേ. അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റു. ഞാൻ ഇങ്ങോട്ടൊന്ന് വന്നോട്ടെ, കുഴപ്പമില്ലല്ലോ. ഓക്കെ. ഹി വോക്ക് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റു. എൻ്റെ ചോദ്യമാണ് ബിജുസൻ പാസ്റ്ററെ അബ്രഹാം പിതാവിനോട്, അപ്പച്ച എങ്ങനെ കിടന്നുറങ്ങി കഴിഞ്ഞ രാത്രിയിൽ? ന്യായമാണോ? ഹൗ കുഡ് യു സ്ലീപ്പ് ലാസ്റ്റ് നൈറ്റ്? എങ്ങനെ കിടന്നുറങ്ങാൻ പറ്റി? കാര്യം പിറ്റേന്ന് രാവിലെ പുറപ്പെട്ടു പോകണം, തൻ്റെ ഏകജാതനാകുന്ന മകനെ യാഗം കഴിക്കാൻ വേണ്ടി. ഒത്തിരി സ്നേഹിച്ച 100-ാമത്തെ വയസ്സിൽ തനിക്ക് കിട്ടിയ ആമേൻ ഇസഹാക്കിനെ യാഗം കഴിക്കാൻ താൻ പുറപ്പെട്ടു പോകണം. എങ്ങനെ കിടന്ന് ഉറങ്ങിക്കാണോ അബ്രഹാം പിതാവ്? നമുക്ക് ഉറങ്ങാൻ പറ്റുമോ ബിജുസൻ പാസ്റ്ററെ? പറ്റത്തില്ല. ഏപ്രിൽ 11 ഓർത്ത് ബിജുസൻ പാസ്റ്റർ ഇന്നേ ഇങ്ങനെ ചങ്ക് തിരുമിക്കൊണ്ടായിരിക്കുന്നത്. കൂടെ നിന്നോണം കേട്ടോ. കേട്ടെ, പറ്റത്തില്ല പറ്റത്തില്ല. ചങ്ക് പെടഞ്ഞ് കാണും അബ്രഹാം പിതാവിൻ്റെ. ഞാൻ ചോദിച്ചു, അപ്പച്ചാ എങ്ങനെ കിടന്നുറങ്ങിയെന്ന് ചോദിച്ചപ്പോഴേ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ കേട്ടൊരു ശബ്ദമായിരുന്നു, മക്കളെ, സാറയുടെ ഉദരത്തിൽ നിന്ന് ആ പൊക്കിൾക്കൊടി ബന്ധം വേർപെട്ട് ആ ചോരക്കുഞ്ഞിനെ ഞാൻ എൻ്റെ കയ്യിലോട്ട് ഏറ്റുവാങ്ങിയതും, അവൻ എന്നെ നോക്കി ആദ്യം ചിരിച്ചതും, അവൻ കമന്നു വീണതും, അവൻ പിച്ച വെച്ച് നടന്നതും, അവൻ ഓടിക്കളിച്ചതും, അവൻ എന്നെ അപ്പാ എന്ന് ആദ്യം വിളിച്ചതുമൊക്കെ ഒരു ഫ്ലാഷ് ബാക്ക് പോലെ മിന്നി മറഞ്ഞ് എൻ്റെ ഹൃദയത്തിൽ കൂടി ഇങ്ങനെ ഓടിപ്പോയി. എന്നിട്ട് മോനെ, ഞാൻ എപ്പോഴോ വൃദ്ധനായില്ലേടാ, കിളവനല്ലേ, ഞാൻ എപ്പോഴോ ഉറക്കത്തിലോട്ട് വഴുതി വീണു. പക്ഷെ അബ്രഹാം പിതാവ് പറയുന്നേ, എന്നിട്ടും ഞാൻ അധികാലത്ത് എഴുന്നേറ്റെന്ന്. എന്നിട്ടും ഒരു രാത്രി മുഴുവൻ എൻ്റെ കുഞ്ഞിനോടുള്ള സ്നേഹം എനിക്ക് വലുതായിരുന്നു. പക്ഷേ അതിനേക്കാൾ വലുത് എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞ ആ വാക്കിൻ്റെ പിന്നാലെ പോകുക എന്നുള്ളത് എനിക്ക് വലുതാകൊണ്ട് I rose up early in the morning. ജസ്റ്റിനെ, നമ്മൾ ഒത്തിരി നിർദ്ദേശങ്ങൾ കേട്ടവരാ, ഒത്തിരി അരുളപ്പാടുകൾ നമ്മൾ ഇതുപോലെ കേട്ടവരാ. പക്ഷെ ഏതൊക്കെയോ രാത്രികൾ പിന്നിട്ട് കഴിഞ്ഞപ്പം നാം കുറെ കൂടെ അലസരായപ്പം, കേട്ടില്ല, പെന്തക്കോസ്തിന്റെ പാരമ്പര്യം പറയുന്ന മൂപ്പിനകത്തോട്ട് നീ കയറിയപ്പം, നീ കുറെ കൂടെ അലസനായപ്പം. നോക്ക്, 100 വയസ്സിന് പ്രായം അധികമുള്ള ഒരു പടുവൃദ്ധൻ വെച്ച് അതിരാവിലെ എഴുന്നേറ്റെങ്കിൽ അവൻ ആത്മീയ അലസതകൾ ഇന്ന് പകൽ വിട്ടുമാറട്ടെ. അപ്പന്റെ ശബ്ദത്തിന്റെ പിന്നാലെ ഓടിക്കയറാൻ ആർജവമുള്ള ഒരു തലമുറ. കേട്ടേ, നേരമില്ല ബിഷൻ പാസ്റ്ററെ, നമ്മളായിരുന്നെങ്കിൽ ഇസാക്കിനെ കെട്ടിപ്പിടിച്ച് ഒന്നുകൂടെ കിടന്നേനെ. അല്ലേ ജോൺസൺ അച്ഛാ? നമ്മളായിരുന്നെ ആ കട്ടിലേലൊട്ട് ചെന്നിട്ട് അവൻ്റെ മുഖത്തൊരു ഉമ്മയും കൂടെ കൊടുത്തേനെ. But he started preparing the altar. അവൻ വിറക് കീറാൻ തുടങ്ങി, അവൻ ഒരുങ്ങാൻ തുടങ്ങി. കാര്യം ഇസഹാക്കിനോടുള്ള സ്നേഹത്തെക്കാൾ എനിക്ക് വലുത്. കമാണ്, എന്താ നീ അധികം സ്നേഹിക്കുന്നേ? എന്തിനെയാ ഇന്ന് പകല് നീ അധികം സ്നേഹിക്കുന്നേ? ആരാധനയ്ക്ക് വരാൻ, ദൈവ സാന്നിധ്യത്തെ കൊതിക്കാൻ, തിരുവചനം ധ്യാനിക്കാൻ ഇന്നലകളിലെ ആവേശം നിനക്ക് ഇന്നുണ്ടോ? അശ്ലി മക്കളെ, അന്ന് അബ്രഹാം പിതാവിനെ എഴുന്നേൽപ്പിക്കാൻ ആപ്പിൾ 17 Pro Maxന്റെ അലാറം ഒന്നും വന്നില്ല കേട്ടോ, ഇല്ല. പക്ഷേ അബ്രഹാം പിതാവ് പറയും, എനിക്കതിനേക്കാൾ ആവേശം എൻ്റെ അപ്പ പറഞ്ഞതിൻ്റെ പിന്നാലെ. അടുത്തിരിക്കുന്നൊക്കെ കൈ കൊടുത്തിട്ടൊന്ന് ചോദിച്ചേ, ഇപ്പോഴും ആ പഴയ ആവേശം ഉണ്ടോന്ന് ചോദിച്ചേ. എന്നെ കിട്ടിയ മറുപടി എന്നാ? സാജ മക്കൾ എന്നെ കിട്ടിയ മറുപടി? അയ്യോ, സാജൻ്റെ മറുപടി എന്നാന്ന് പറയണേ. പിന്നെ പറഞ്ഞാൽ മതി, ഇപ്പം പറയണ്ട സാജൻ്റെ മറുപടി എന്നാന്ന്. ഇപ്പോഴും ഉണ്ടോ പഴയ
പഴയ ആവേശം. അന്ന് ഇറങ്ങിയപ്പോൾ നമ്മളിപ്പോൾ പിള്ളേർക്ക് പാടിക്കൊടുത്തില്ലേ, ജയം ജയം ഹല്ലേലൂയ. അന്ന് പണ്ട് ഡ്രമ്മൊക്കെ കൊട്ടി സ്നാനക്കുളത്തിലോട്ട് പോയപ്പോൾ ആ ആവേശം മഞ്ഞുപടി എന്ന രാജ്യത്ത് വന്നപ്പോൾ ഇപ്പോഴും ഉണ്ടോ? കേട്ടില്ലെന്ന് തോന്നുന്നു. ആരും കേട്ടില്ലെന്ന് തോന്നുന്നു. തമ്പേരും കൊട്ടി ചാണകം മെഴുകിയ തറയിലിരുന്ന് ആരാധിച്ചപ്പോൾ ആ ആവേശം. Come back. ഇന്നലെ കേട്ടതുപോലെ come back to the initial place of worship. ആരാധനയുടെ ആദ്യഘട്ടങ്ങളിലേക്ക് സഭ മടങ്ങി വരട്ടെ. കേട്ടേ? ആരല്ല? അബ്രഹാം പിതാവ് അധികാലത്ത് എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി ബാല്യക്കാരിൽ രണ്ടുപേരെയും തൻ്റെ മകൻ ഇസ്ഹാക്കിനെയും കൂട്ടി ഹോമയാഗത്തിന് വിറക് കീറിങ്ങണ്ട് എടുത്തു വിട്ടു. അബ്രഹാമിൻ്റെ ആരാധനയിലെ ഒരുക്കം ഒത്തിരി പറയാനുണ്ട്, നേരെയല്ല, സ്കിപ്പ് ചെയ്യുന്നു. 4-ാമത്തെ വാക്യം. 3-ാമത്തെ ദിവസം അബ്രഹാം നോക്കി ദൂരത്തുനിന്ന് സ്ഥലം കണ്ടു. എൻ്റെ ചോദ്യം, വാട്ട് വാസ് ദ റിയൽ ടെസ്റ്റ് ഓഫ് എബ്രഹാം? എന്തായിരുന്നു അബ്രഹാം പിതാവിൻ്റെ യഥാർത്ഥ പരിശോധന? എന്തായിരുന്നു? യാഗപീഠത്തിൻ്റെ മുകളിൽ വിറകടുക്കി ഇസഹാക്കിൻ്റെ കയ്യും കാലും കെട്ടി ഇസഹാക്കിനെ യാഗപീഠത്തിലോട്ട് കിടത്തി കത്തിയെടുത്ത് ഉയർത്തിയതൊന്നുമല്ല. വന്നേടാ മക്കളെ. അബ്രഹാം പിതാവ് നേരിട്ട ഏറ്റവും വലിയ പരിശോധന എന്തായിരുന്നു അറിയോ? ഈ 3 ദിവസത്തെ നടപ്പ. കേട്ടില്ല? കേട്ടില്ല? ഈ 3 ദിവസമേ തനിക്ക് 100-ാമത്തെ വയസ്സിൽ കിട്ടിയ കൊച്ചിനെയും കൊണ്ട് ഉള്ള ഈ നടപ്പുണ്ടല്ലോ. അബ്രഹാം പിതാവ് പറയാന്നേ, യാത്രയിൽ ഞാൻ മറുത്തൊന്ന് ചിന്തിച്ചില്ല, എൻ്റെ കാല് പുറകോട്ടൊന്ന് വെച്ചില്ല. അച്ഛാ, ദൈവം ചിലപ്പോൾ ചില വഴിദൂരങ്ങൾ അനുവദിക്കും. എനിക്ക് നേരെയില്ല, വിശദീകരിച്ച് പോകണമെന്നുണ്ട്. ദൈവം ചിലപ്പോൾ ചില വഴിദൂരങ്ങൾ അനുവദിക്കും. എങ്ങനുണ്ട് നിന്റെ നടപ്പെന്നൊന്ന് കാണാൻ. നിന്റെ കാലിടറുവോ അബ്രഹാമേ എന്ന് എനിക്കൊന്നറിയണം. നീ പിറകോട്ടൊന്ന് കാല് വെക്കുമെന്ന് എനിക്കൊന്നറിയണം. ഓരോ നടപ്പിലും ഹൃദയത്തിൻ്റെ ആഴത്തിനകത്ത് ഇസഹാക്കിനെ വീണ്ടും വീണ്ടും വെട്ടിക്കൊന്നിട്ട് അബ്രഹാം പിതാവ് പറഞ്ഞു കാണും, നോ ടേണിംഗ് ബാക്ക്. പിറകോട്ട് പോകുന്ന പ്രശ്നമില്ല. ദൈവത്തിന് അറിയേണ്ടത് മക്കളെ, ഈ വഴിദൂരത്തിൽ നിന്റെ ആറ്റിറ്റ്യൂഡ് അങ്ങനെ ഉണ്ടെന്ന, നിന്റെ മനോഭാവം. മിസ്രൈമിലേക്ക് പോയ അബ്രഹാം പലപ്പോഴും വിശ്വാസത്തിൽ ക്ഷീണിച്ച് ഇടക്കിടക്ക് കാട്ടിയ അബ്രഹാം പിതാവ്. അച്ഛാ, നമ്മളായിരുന്നെങ്കിലേ സെക്കൻഡ് ഒപ്പീനിയൻ ചോദിക്കാൻ ഒരു പ്രവാചകനെയും കൂടെ വിളിച്ചേനെ. നമ്മളായിരുന്നെങ്കിൽ കൂടാരം ഒന്നുകൂടെ എവിടെയെങ്കിലും അടിച്ചിട്ട് ഒരു 2 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഒന്നുകൂടെ വെച്ചേനെ. കാര്യം നമ്മൾ ആഗ്രഹിക്കുന്നതിലോട്ട് വരണമല്ലോ ദൈവം. ഈ നമ്മൾ ഈ ഒരു ദൂതി തൃപ്തരല്ലല്ലോ. 2ാമത് ദൂത് കേൾക്കാൻ പിന്നെ കാട്ടാക്കടയിലുള്ള ഭാഷണയും കൂടെ വിളിക്കും, പിന്നെ കൊല്ലത്തുള്ള വിളിയും കൂടെ വിളിക്കും, പിന്നെ എങ്ങാനും നമ്പർ കിട്ടുവാണെങ്കിൽ എന്നെയും കൂടെ വിളിക്കും. ഓക്കെ, കാര്യം എന്നാന്നറിയോ? നമ്മൾ ആഗ്രഹിച്ചൊരു ദൂത് ഇതുവരെ വന്നിട്ടില്ല. എൻ്റെ കൂടെ ഉണ്ടോ? പക്ഷെ അബ്രഹാം പിതാവ് പറഞ്ഞേ, ഈ വഴി ദൂരത്തിൽ നിങ്ങൾ കേട്ടോണേ, കാലിടറാതെ നടക്കുന്ന അബ്രഹാം പിതാവേ, ഈ വഴിദൂരത്തിൽ വിശ്വസ്തനായ അബ്രഹാം പിതാവേ, അനുസരണത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നടന്നു കയറുന്ന അബ്രഹാം പിതാവേ, നിനക്ക് വേണ്ടി കരുതിയില്ലേ പിന്നെ ആർക്കു വേണ്ടിയാ കരുതുന്നേ? ഇന്ന് പകലിലും ആരോടോ പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുകയാണ്. വഴിദൂരത്തിൽ ചിലപ്പോൾ ശോധനകൾ കണ്ടേക്കാം, ചിലപ്പോൾ ഹൃദയത്തെ തകർക്കുന്ന പരിശോധനകൾ വന്നേക്കാം. പക്ഷേ ആ വഴിദൂരത്തിൽ നീ വിശ്വസ്തനാണെങ്കിൽ, നിന്റെ കാലുകൾ ഇടറാതെ നീ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ, ഈ വഴിദൂരത്തിൽ നിനക്കൊരു കരുതലുണ്ടെന്ന് കേട്ടേ. ഞാൻ ഓടുന്നു. 3-ാം ദിവസം അബ്രഹാം നോക്കി ദൂരത്ത് നിന്ന്. അബ്രഹാം
ബാല്യക്കാരോട് പറഞ്ഞു, നിങ്ങൾ കഴുതയായിട്ട് ഇവിടെ ഇരിക്കുക കേട്ടോ, ഞാനും ബാലനും അവിടുത്തോളം ചെന്ന് ആരാധന കഴിച്ചിട്ട് I and the lad will go yonder and worship and come again to you. ഞാനും ബാലനും അവിടുത്തോളം ചെന്ന് ആരാധന കഴിച്ചിട്ട്, നമ്മൾ അബ്രഹാം പിതാവിൻ്റെ ആരാധനയിൽ വേർപാടൊക്കെ ഒത്തിരി കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ പദം കണ്ടോ, ആരാധന കഴിച്ചിട്ട് ഞാൻ പോകുന്നത് ഇവനെ കൊല്ലാനാ, പക്ഷെ വരുന്നുണ്ടെങ്കിൽ ഇവനെ കൊണ്ട് തിരിച്ച് വരുത്തുള്ളൂ. ഞാനപ്പോൾ ചോദിച്ചു, സത്യം പറഞ്ഞ അബ്രഹാം പിതാവിൻ്റെ കോൺഫിഡൻസ് എന്തുവാ, ഇവനെയും കൊണ്ട് തിരിച്ചു വരുമെന്നുള്ള കോൺഫിഡൻസ്? നിങ്ങൾ പറ, അലക്സ് പറ. നേരമില്ല, അയ്യോ വേണ്ട, എന്നെ വല്ലാണ്ട് നോക്കുന്നു. എന്തായിരുന്നു സത്യം പറഞ്ഞ അബ്രഹാം പിതാവിൻ്റെ കോൺഫിഡൻസ്? വിശ്വാസം. നല്ലതാ, ഓക്കെ. അടുത്തത് ദൈവം കരുതും. സത്യം പറഞ്ഞ എൻ്റെ ജോൺസൺ വെച്ചാൽ ഒന്നുമല്ല. ദൈവം കരുതുമെന്നോ, എൻ്റെ മോനെ യാഗം കഴിക്കേണ്ടി വരത്തില്ലെന്നോ, യഹോവ ഇരയായവൻ വരുമെന്നോ, ഇതൊന്നുമല്ല അബ്രഹാം പിതാവിൻ്റെ കോൺഫിഡൻസ്. അബ്രഹാം പിതാവിൻ്റെ കോൺഫിഡൻസ് എന്നാണെന്നറിയാവോ? എടുത്തേ മക്കളെ, ഉൽപ്പത്തി പുസ്തകം 23-ാം അധ്യായം എഴുതി തുടങ്ങണമെങ്കിൽ എൻ്റെ ഇസഹാക്കില്ലാതെ ദൈവത്തിന് പറ്റത്തില്ല. കാര്യമേ, ഇസ്മായേൽ എൻ്റെ മുൻപിൽ ജീവിച്ചിരുന്നാൽ മതിയെന്നും എലയാസർ എനിക്ക് അവകാശിയാകട്ടെ എന്നും ഒക്കെ പറഞ്ഞപ്പോഴേ, ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൽ എൽഷദായിയായ അവൻ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നിനക്കൊരു സന്തതി ജനിക്കും, അവന് ഇസഹാക്ക് എന്ന് പേരിടണം. അവിടം കൊണ്ട് ദൂതങ്ങ് നിർത്തിയായിരുന്നേ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ദൂതിന് നീളം കൂടി. എന്നാന്നറിയാവോ? അവനോടും അവന്റെ സന്തതിയോടും ഞാനൊരു നിത്യനിയമം ചെയ്തിരിക്കുന്നെന്ന്. പിടികിട്ടിയോ? കേട്ടെ, അബ്രഹാം പിതാവിന്റെ ഉറപ്പെന്നാന്നറിയാമോ? എന്നോട് വാക്ക് പറഞ്ഞത് മനുഷ്യനല്ല, എൻ്റെ തലമുറയോടും അവൻ്റെ തലമുറകളോടും വാക്ക് പറഞ്ഞത് മനുഷ്യനല്ല. ആമേൻ, സ്തോത്രം. എൻ്റെ കുഞ്ഞ് ചാരമായി പോയാലും അതേ ചാരത്തിനകത്ത് നിന്ന് എൻ്റെ ഇസഹാക്കിനെ പുനർജീവിപ്പിച്ചിട്ട് ഉൽപ്പത്തി 17-ൽ പറഞ്ഞ ദൂതിനെ നിവർത്തിക്കാൻ എൻ്റെ ദൈവം വിശ്വസ്തനാന്നുള്ള ഉറപ്പ്. കൂടുണ്ടോ? ഇന്നത്തെ പരിശോധനകളെ ഒരുപക്ഷെ നീ കേട്ട വാഗ്ദത്തങ്ങളെ ഒരുപിടി ചാരമാക്കുന്നതായിരിക്കാം. ഇന്നത്തെ പരീക്ഷണങ്ങൾ ഒരുപക്ഷെ നീ കേട്ട വാഗ്ദത്ത ശബ്ദങ്ങളെ ചാരമാക്കുന്നതായിരിക്കാം. പക്ഷെ വിശ്വസിക്ക്, നിന്നോട് വാക്ക് പറഞ്ഞത് മനുഷ്യനല്ല. ഇന്നലകളിൽ വാക്ക് പറഞ്ഞ ആ ദൈവത്തെ ഒന്നുകൂടെ മുറുകെ പിടിക്കാവോ? ഇന്നലകളിൽ വാഗ്ദത്തം ചെയ്ത ആ ദൈവത്തെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ വാഗ്ദത്തങ്ങൾ ഓർത്തു ദൈവത്തിന് ആരാധന കൊടുക്ക്. ഒന്ന് കരമടിച്ച് ശബ്ദമുയർത്തി എൻ്റെ ദൈവത്തിന് ആരാധന കൊടുത്തിട്ട് പറ, എൻ്റെ ദൈവം വിശ്വസ്തനാണ്, എൻ്റെ ദൈവം വിശ്വസ്തനാണ്. That was the confidence of Abraham. ദൈവത്തിന് ഇസ്മായേൽ ഉണ്ടായിട്ട് പറ്റത്തില്ല. ഇനി എൻ്റെ സാറായുടെ ഉദരം ഒന്നുകൂടെ തുറന്നിട്ടും അതും കാര്യമില്ല. ഇതേ ഇസാക്കിന് ദൈവത്തിന് വേണം. പിടി കിട്ടിയോ? അച്ഛാ അങ്ങനെയാണെ ഉറക്കണോ അച്ഛാ? ഇന്ന് പകൽ ഒന്നുകൂടെ സ്ട്രോങ് ആവണം. പറയണം, എൻ്റെ അപ്പനോട്, എൻ്റെ അമ്മയോട്, എന്നോട് ഇന്നലകളിൽ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാകൊണ്ട് ഏത് പരിശോധനകളുടെ നടുവിലും ഞാൻ പതറുകയല്ല. കേട്ടേ? അതുകൊണ്ട് അച്ഛാ 7-ാമത്തെ വാക്യം ഒന്നിട്ടെ. മോനൊരു ചോദ്യം ചോദിക്കുകയാണ്, അപ്പാ എന്നാടാ മോനെ? അയ്യോ, നമ്മൾ അങ്ങനെയൊക്കെ വായിച്ചു പോണേ, ഈ നടപ്പ് അങ്ങനെ നടക്കണേ. അപ്പാ എന്നാടാ മോനെ? അപ്പൊ തീയുണ്ട്, വിറവുണ്ട്, യാഗം കണ്ട് വളർന്ന് ചെറുക്കനാ, എന്നാക്കെ വേണോന്ന് അവൻ അറിയാൻ കേട്ടോ. ആരാധന കണ്ടു വളരണം പിള്ളേര്, നേരെയില്ല, അതുകൊണ്ടാ പോവുക. എന്നാൽ ഹോമയാഗത്തിനുള്ള ആട്ടുംകുട്ടി എവിടാന്ന്
അപ്പൊ അപ്പാടെ മറുപടി കണ്ടോണേ. അച്ഛാ അടുത്ത വാക്കിട്ട് അയ്യോ എന്നാ മക്കളെ എഴുതിയിരിക്കുന്നേ, കണ്ടുപിടിക്കുന്നില്ല, പറഞ്ഞേ. ദൈവം ഈ അപ്പ യാഗമൃഗം എവിടാന്ന് ചോദിച്ചപ്പോ നോർമൽ മറുപടി ഇങ്ങനെ ആയിരിക്കണം മക്കളെ. ഒന്നുകിൽ ദൈവം കരുതും, അല്ലെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി കരുതും, അല്ലെങ്കിൽ ദൈവം എനിക്ക് വേണ്ടി കരുതും, അല്ലെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി കരുതും. ഇതൊന്നുമല്ല മറുപടി, ദൈവം തനിക്ക് കരുതുമെന്ന്. വായിച്ചില്ല? God will provide himself. ദൈവം ദൈവത്തിന് വേണ്ടി കരുതുമെന്ന്. ഇതാ കോൺഫിഡൻസ്. ഇതെന്റെ യാഗമല്ല, ഇതെന്റെ കരുതലല്ല, ഞാൻ ഇറങ്ങിയെന്നേ ഉള്ളൂ. അവന്റെ വാക്ക് കേട്ട് ഇറങ്ങിയവരുണ്ടെങ്കിൽ, ദൈവം ദൈവത്തിന് വേണ്ടി വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമടിച്ച് ആ ദൈവത്തിന് ആരാധന കൊടുക്ക്. ശമന ഹദല റിയാഥല മനഘടക സൈതന, ഇത് ദൈവത്തിൻ്റെതാ, നീ ദൈവത്തിന്റെ വാകയാന്ന്. ദൈവം ദൈവത്തിന് വേണ്ടി കരുതുന്നത് പോലെ അജാ നമ്മുടെ തല കുനിയാതിരിക്കേണ്ടത്. That's his responsibility. Come on, come on. ഊരിന്റെ തെരുവീഥിയിൽ വിളിച്ചിറക്കി നിന്നെ വലുതാക്കുമെന്നും നിന്റെ ഉദരത്തിൽ ഇസാക്ക് ജനിക്കുമെന്നൊക്കെ പറഞ്ഞ് ദൂത് കൊടുത്തിട്ടേ മോറിയയുടെ മുകളിലിട്ട് തകർത്ത് കളയുന്ന ദൈവമല്ല എൻ്റെ ദൈവം. നിന്റെ പരീക്ഷണങ്ങളുടെ കൊടുപിടിയിലിട്ട് നിന്നെ കൈവിടുന്ന ദൈവമല്ല എൻ്റെ ദൈവം. He is a God of provision. അവൻ കരമടിച്ച് ദൈവത്തിന് ആരാധന കൊടുക്ക്. ഇന്ന് പകൽ എൻ്റെ ദൈവം കൈവിടത്തില്ലെന്ന് ഉറപ്പുള്ളവരുണ്ടെങ്കിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ആ ദൈവ കൃപ ചലിച്ചു തുടങ്ങട്ടെ. കുഞ്ഞുങ്ങളെ ആരാധിക്കുക. ഈ പകൽ ദൈവമഹത്വം ചലിക്കട്ടെ. ജീസസ്. ഇത് അബ്രഹാമിന്റെ കോൺഫിഡൻസ്. ഇതാണ് അബ്രഹാമിന്റെ കോൺഫിഡൻസ്. വേഴ്സ് 6 ആറാമത്തെ വാക്യം. ദൈവം ദൈവം നമുക്ക് വേണ്ടിയല്ല, ദൈവം ദൈവത്തിന് വേണ്ടി എന്ന പോലെ കരുതും. ദൈവം ദൈവത്തിന് വേണ്ടി. ജോൺസൺ അച്ഛൻ ജസ്റ്റിനെ സ്നേഹിക്കുന്നത് വേറെ ആരുടെയും കൊച്ചായ ഉണ്ടല്ല, എൻ്റെ സ്വന്തമാണെന്ന് അറിഞ്ഞോണ്ട് എൻ്റെ വക. ആ കരുതൽ എങ്ങനെയാണെന്നറിയോ? ജോൺസൺ അച്ഛന് കരുതുന്നത് പോലെ അവന് വേണ്ടി കരുതും. അതാ കരുതൽ. നോക്കേ, അബ്രഹാം ഹോമയാഗത്തിനുള്ള വിറകെടുത്ത് തൻ്റെ മകനാകുന്ന ഇസഹാക്കിൻ്റെ കേൾക്കണേ, ഇനിയുള്ളത് കുറെ കൂടെ ആഴത്തിൽ ശ്രദ്ധിക്കണേ. ഇത്ര നേരം ആ വിറക് ചുമന്നത് കഴുതിയായിരുന്നു മക്കളെ. ഇത്ര നേരം ആ വിറക് ചുമന്നത്. പക്ഷേ അപ്പ വെട്ടിക്കീറി വെച്ചേക്കുന്ന ആ വിറകിലോട്ട് ഇസാക്കൊന്ന് നോക്കി. എന്നിട്ട് ആ മൊറിയാദേശത്തെ ആ മലയുടെ കയറ്റത്തിലോട്ട് ഒന്ന് നോക്കി. എന്നിട്ട് എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ 3 ചോദ്യം അബ്രഹാമിനോട് ചോദിച്ചു. ഞാൻ ഇസഹാക്കായിട്ട് നിന്നിട്ടേ ഞാനൊരു 3 ചോദ്യം അപ്പനോട് ചോദിച്ചു. ജസ്റ്റിന് മോനെ, ഒന്നാമത്തെ ചോദ്യം, അപ്പാ ഈ വലിയ വിറകും ഈ പാണ്ടക്കെട്ടും എടുത്തുകൊണ്ട് എത്ര ദൂരം ഞാൻ ഈ മല കയറണോപ്പാ? അങ്ങനെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഞാൻ എത്ര ദൂരം ഈ ഭാരം ചുമക്കേണ്ടി വരും? അങ്ങനെ ചോദിച്ചാരെങ്കിലും ഉണ്ടോ? എത്ര ദൂരം, how long I have to carry this burden? അപ്പൊ ഒരു മറുപടി അറിഞ്ഞ് 3-ാമത്തെ വാക്യം ഇട്ടേച്ച. അപ്പയുടെ മറുപടി എന്നാന്നറിയാം? 3-ാമത്തെ വാക്യം, മോനെ ഡാ ഇറക്കി വെക്കേണ്ടുന്ന ഇടം. 4-ാമത്തെ വാക്യം, ഇറക്കി വെക്കേണ്ടുന്ന ഇടം ഞാൻ കണ്ടിട്ടുണ്ടെന്ന്. കേട്ടില്ല? യാഗം കഴിക്കേണ്ടുന്ന ഇടം ഞാൻ. നീ എത്ര ദൂരം ഈ ചുമക്കണമെന്ന് വഴിദൂരം അറിഞ്ഞിട്ട
വഴിദൂരം അളന്നിട്ട ഈ ഭാരം എൻ്റെ ചുമലിൽ എൻ്റെ അപ്പൻ തന്നതെന്ന് ഉറപ്പുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കരമുയർത്തി ആ ദൈവത്തിന് ആരാധന കൊടുക്ക. ഇസാഖേ മോനെ, നിനക്ക് ദൂരം അറിയല്ല, പക്ഷെ ദൂരം അറിയാവുന്ന ഒരപ്പൻ കൂടെ ഉണ്ട്. നിനക്ക് ദൂരം അറിയില്ല, പക്ഷെ ഈ യാത്രയുടെ ദൂരം നീ എത്രത്തോളം ഈ മലയുടെ ഏതുയരം വരെ കയറണമെന്ന് അപ്പനറിയാം. എവിടെ ഇറക്കി വെക്കണമെന്ന് അറിയാവുന്ന ഒരു അപ്പനുണ്ട്. Are you carrying some burdens today? ആരാ ഭാരം ചുമക്കുന്നേ? ആരാ കർത്താവിനോട് ചോദിച്ച് എത്ര ദൂരമെന്ന്? ഹൗ ലോങ്? ഹബക്കൂക്ക് ചോദിച്ച് എത്രത്തോളം? എഴുത് ഹബക്കൂക്കെ ഹൃദയ പലകയിലോട്ട്. ദർശനത്തിനൊരവധിയുണ്ടടാ, ദർശനത്തിനൊരവധിയുണ്ടടാ. അതതിൻ്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. വൈകിയാലും കാത്തിരിക്കെ, അത് വരും നിശ്ചയമെന്ന് അരുളി ചെയ്ത ദൈവം എൻ്റെ ദൈവമാണെന്ന് ഉറപ്പുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കരവടിച്ച് ആ ദൈവത്തിന് ആരാധന കൊടുത്തിട്ട് പറ, വഴി ദൂരം അറിയാവുന്ന ഒരപ്പൻ എനിക്കുണ്ട്. വഴിദൂരം അറിയാം. ഇസ്ഹാക്കിന്റെ അടുത്ത ചോദ്യം, അപ്പായെ ഒരുവനെ മുഴുവൻ ചാരവാക്കാനുള്ള വിറക് കഷ്ണമുണ്ട് ഈ തറയിൽ. ഞാനെന്ന മനുഷ്യനെ മുഴുവൻ, എൻ്റെ ശരീരത്തെ മുഴുവൻ വെന്തുവെണ്ണീറാക്കി ചാരവാക്കാനുള്ള വിറക് കഷ്ണങ്ങൾ ഇവിടെ ഉണ്ട്. ചോദ്യം അപ്പായോട്, അപ്പാ ഇത് എനിക്ക് ചുമക്കാൻ പറ്റുമോ അപ്പാ? Can I carry this burden? ഈ ഭാരം എൻ്റെ ചുമലിൽ എനിക്ക് വഹിക്കാൻ പറ്റുമെന്ന് അപ്പാടെ മറുപടി കേൾക്കണേ ജോൺസൺ അച്ഛാ. എടാ മോനെ, ഇത് ബാല്യക്കാരി കീറിയതല്ല, ഞാനാ കീറിയ. നിനക്ക് വഹിക്കാൻ കഴിയാത്ത 1 ഗ്രാം വെയിറ്റ് പോലും ഇതിനകത്തില്ലെന്ന്. നിനക്ക് ചുമക്കാൻ കഴിയാത്ത ജസൻ പാസ്റ്റർ ചുമന്ന ഭാരം I cannot carry. ഞാൻ ചുമക്കുന്ന ഭാരം ജോൺസൺ അച്ഛനെ കൊണ്ട് പറ്റത്തില്ല. കുഞ്ഞേ, നീ ഇതിനാപ്റ്റാണെന്ന് അറിഞ്ഞോണ്ടാ ആ ചുമട് നിന്റെ ചുമലിൽ തന്നെ ദൈവം തന്നേ. നിന്നെ കൊണ്ടേ അത് വഹിക്കാൻ പറ്റത്തുള്ളെന്ന് എൻ്റെ ഉടയവന് വിശ്വസിക്കുന്നവരുണ്ടോ? ഈ ഭാരം ചുമന്ന് നീ തളരത്തില്ല, ഈ ഭാരം ചുമന്ന് നീ വീഴത്തില്ല. അവൻ ഇത് ചുമക്കാൻ നീ കേപ്പബിളാന്ന് അറിഞ്ഞോണ്ട് നല്ല ഒത്തിരി എന്നോട് ഷെയർ ചെയ്തില്ലേ, ഹൃദയം തുറന്നില്ലേ? അത് ചുമക്കാൻ ഏറ്റവും നല്ലത് ബിജുസണാന്ന് കണ്ടോണ്ട് തന്നെ. ആരോ ചില ഭാരങ്ങൾ ചുമക്കുന്നുണ്ടെങ്കിൽ ആൻസി സിസ്റ്ററെ, ഇത് ചുമക്കാൻ നീയാ നല്ലേന്ന് അപ്പായിക്ക് അറിയാം. കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കരമുയർത്തി. ഇത് വേറെ എനിക്ക് തന്നായിരുന്നേ ഞാൻ വീണ് പോയേനെ. ജോൺസൺ അച്ഛാ, എനിക്ക് തന്നായിരുന്നേ ഞാൻ പെടഞ്ഞ് താഴെ വീണേനെ. പക്ഷേ നീ ഇത് നിന്റെ കാലിടറത്തില്ലെന്നും നിന്റെ നടു ഒടിയത്തില്ലെന്നും നിന്റെ ചുമല് താഴോട്ട് പോകത്തില്ലെന്നും ഉറപ്പുള്ളോണ്ട് തന്നെയാ. കേട്ടോണേ പാസ്റ്ററെ, എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വേർഡുണ്ട് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ. നിങ്ങൾ കേട്ടോ, ഇടിയൊന്നും വേണ്ട. 22-ാം അധ്യായത്തിൽ ഭാരം ഇങ്ങനെ അപ്പൻ ഇങ്ങനെ ഇസ്ഹാക്കിന്റെ ചുമലിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു 3-4 ഇടത്ത് എഴുതി വെച്ചേക്കുവാണ്, they walk together എന്ന്. അവരൊന്നിച്ച് നടന്നെന്ന്. ഭാരം കൂടിയപ്പോഴും അപ്പന്റെ കൂടെ നടക്കുന്നൊരു മോൻ. മനസ്സിലായില്ല? അയ്യോ, തോളത്ത് ചുമല് കൂടി കിട്ടും, തോളത്ത് ചുമട് കൂടി കിട്ടും, തോളത്ത് ഭാരം കൂടിയിട്ടും അപ്പനെ നോക്കിയിട്ട് ഇസ്ഹാക്ക് പറയാ, അപ്പൻ എവിടെ കാലെടുത്ത് വെക്കുന്നോ അവിടെ എൻ്റെ കാല് കാണും. കമാണ്, ഭാരം കൂടിയത് നിയോഗങ്ങളിൽ നിന്ന് എന്നെ പിറകോട്ട് വലിക്കത്തില്ല. ഞാൻ അപ്പൻ്റെ കൂടെ I walk together with my father.
ഒന്നാമത്തെ ചോദ്യം, എത്ര ദൂരമുണ്ട്? രണ്ടാമത്തെ ചോദ്യം, ഈ ഭാരം എനിക്ക് വഹിക്കാൻ പറ്റുമോ? മൂന്നാമത്തെ ചോദ്യം കേട്ടോണേ, അപ്പായേ ഈ വിറകിനകത്ത് എവിടെയെങ്കിലുമൊക്കെ കൂർത്തിരിക്കുന്ന ഭാഗങ്ങളോ വല്ല കീറാമുട്ടിയോ മുള്ളോ വല്ലതും കാണുമോ? ഇപ്പം ചില വിറകിനകത്തൊക്കെ കണ്ടിട്ടില്ലേ അച്ഛാ, കൂർത്തിരിക്കുന്ന ഭാഗം, അല്ല ഇങ്ങനെ മുള്ളു പോലിരിക്കുന്ന ഭാഗം. അപ്പം ഇതെൻ്റെ ചുമലിലോട്ട് വെക്കുമ്പോഴത്തേക്കിനെ ഇത് കൊണ്ട് ചോര പൊടിയോ ചതയോ ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ടോ? അപ്പാടെ മറുപടി കേട്ടോണേ, ശ്രദ്ധിക്കണേ. അപ്പാടെ മറുപടി കേട്ടോണേ, മോനെടാ, നിന്റെ ചുമലിൽ നിന്ന് ഒരിറ്റ് ചോര പൊടിഞ്ഞാലേ, ശ്രദ്ധിച്ചേ, നിങ്ങളിവിടെ ശ്രദ്ധിച്ചേ, നിന്റെ ചുമലിൽ നിന്ന് ഒരിറ്റ് ചോര പൊടിഞ്ഞ നീ പിന്നെ യാഗത്തിന് കൊള്ളത്തില്ല. ഈ വിറകിന്റെ കഷ്ണം നിന്റെ ചുമലിലോട്ട് വെക്കുമ്പോഴേ നീ മുറിയരുതെന്നുള്ളത് അപ്പൻ്റെ തീരുമാനം, അപ്പൻ്റെ ഉത്തരവാദിത്വ. കാര്യം നിന്നെ എനിക്ക് യാഗത്തിന് വേണം, ഊനമില്ലാത്തതായിട്ട്. മുറിഞ്ഞു പോകാത്തന്റെ കാര്യം എന്നാന്നറിയാവോ? ചോര പടിയാത്തന്റെ കാര്യം എന്നാന്നറിയാവോ? വഹിക്കാൻ കഴിയാത്ത ഭാരം ചുമലിൽ വന്നിട്ടും അപ്പൻ പാകപ്പെടുത്തി വെട്ടിക്കീറിയത് മാത്രമേ നിന്റെ ചുമലിൽ അവൻ വെച്ച് തന്നിട്ടുള്ളെന്ന്. കേട്ടെ, അപ്പൻ മിനുസപ്പെടുത്തിയത്, അപ്പൻ പാകപ്പെടുത്തിയത്, അപ്പൻ ക്രമീകരിച്ചത് ചുമലിലോട്ട് തന്നു. നടക്കുക അപ്പാടെ കൂടെ. കേട്ടെ, ഇനി കുറച്ച് നേരമേ ഉള്ളൂ, ഞാൻ അങ്ങോട്ട് നോക്കുന്നില്ല. ഓക്കെ, അപ്പാടെ കൂടെ ഇങ്ങനെ നടക്കുക മുകളിലോട്ട്. അപ്പം മുകളിലോട്ട് പോയപ്പോൾ വീണ്ടും ഒരു സെൻറ്റൻസ് അവിടെ എഴുതി വെച്ചേക്കുവാണ്. അച്ഛാ, അടുത്ത വാക്ക്, 8ാമത്തെ വാക്യം വന്നിട്ട്, സോറി, വേഴ്സസ് 9 ഇട്ട്, സോറി 7, ഐ എം സോറി. ഇസാക്ക് തീയുണ്ട്, വിറകുണ്ട്, ഹോമയാഗത്തിനുള്ള ആട്ടുംകുട്ടി എവിടെയാണ്? 6ാമത്തെ വാക്യത്തിലാണെന്ന് തോന്നുന്നേ. 6ാമത്തെ വാക്യത്തിൽ, സോറി അച്ഛാ, 6ാമത്തെ വാക്യത്തിൽ നോക്ക്, ഒരു വാക്ക് എഴുതി വെക്കുകയാണ്. ആൻഡ് Abraham took the fire in his hand and a knife. അബ്രഹാം കത്തിയെടുത്തു. എന്നാ, ഞാനൊരു കാര്യം പറയട്ടെ മക്കളെ, ആഷ്ലിയെ, ഈ 3 ദിവസത്തെ വഴിയാത്രയില്ലേ കെട്ടിപ്പിടിച്ച് മോനൊരു ഉമ്മ കൊടുത്തില്ലേലും കത്തിയുടെ മൂർച്ച കൂട്ടാൻ അബ്രഹാം പിതാവ് മറന്നു കാണുകയല്ല. കേട്ടില്ല, കെട്ടിപ്പിടിച്ച് ഇസഹാക്കിനൊരു ഉമ്മ കൊടുത്തില്ലെങ്കിലും he sharpened his knife. കാര്യം എന്നാണെന്നറിയോ വെച്ചാ? കേട്ടോ, കാര്യം പറയാം. എൻ്റെ കൊച്ചൻ്റെ മുന്നിൽ കടന്ന് പെടയരുത്, ഒറ്റ വെട്ടിനവൻ തീരണം. കേട്ടില്ല, ഒറ്റ വെട്ടിന്. എൻ്റെ ദൈവത്തിൽ നിന്ന് എന്നെ അകറ്റുന്നത് ഇവനാണോ? എൻ്റെ ഹൃദയത്തിൽ ദൈവത്തെക്കാൾ കൂടുതൽ ഇവനാണോ? ഒറ്റ വെട്ടിന് തീർന്നോണം. What is pulling you back from his love? എന്താ അവന്റെ സ്നേഹത്തിൽ നിന്ന് നിന്നെ പിറകോട്ട് വലിക്കുന്നേ? അതിനെ ഒറ്റ വെട്ടിന് ചെത്തി മാറ്റിക്കോണം. അച്ഛാ, ഒന്ന് കൊണ്ട് ചിരിയെ മുറിഞ്ഞുള്ളെങ്കിൽ അപ്പായേ എന്ന് പറഞ്ഞ് അവൻ അവിടെ കിടന്ന് പെടയും. വീണ്ടും നിന്നെ ആ സ്നേഹത്തിലോട്ട് ഇസാക്ക് വലിച്ചെടുക്കരുത്, ഒറ്റ വെട്ടിന് തീരണം. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ദൈവത്തിൽ നിന്ന് അകറ്റുന്ന സ്നേഹത്തെ വെട്ടിമാറ്റാൻ ആമേൻ കൽപ്പുള്ള ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ള പ്രാണനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കുന്നത് വരെ തുളച്ചു ചെല്ലുന്ന വചനമെന്ന വാൾത്തല സഭയ്ക്കകത്ത് കുറഞ്ഞുപോയെന്ന്. എന്നോട് പിണങ്ങുകയല്ല, ഞാനൊരു കാര്യം പറയാവേ. എന്നെ ആ വാക്കുകൾ എന്നെ തെറ്റായി എടുക്കരുത്. ലൈവ് കേൾക്കുന്നവർ കട്ട് ചെയ്ത് വിടരുത്. ഇസഹാക്കുമാരോടുള്ള സ്നേഹം കൂടാനുള്ള കാര്യം എന്നാണെന്നറിയാമോ? മൂർച്ചയുള്ള കത്തികൾ കുറഞ്ഞു പോയതാ. കേട്ടില്ല. ദൈവം തന്ന ദാനങ്ങളെ താലോലിക്കുന്നതിന്റെ കാര്യം എന്നാണെന്നറിയാവോ? അവൻ ദാതാവിൽ നിന്ന് അവൻ നിന്നെ അകറ്റിയ ദാനങ്ങളെ ചെത്തി മാറ്റുന്ന വചനമെന്ന വായ്ത്തലകൾ കുറഞ്ഞുപോയെന്ന്.
You should sharpen the word of God. ആറത്ത് കീറി പറഞ്ഞോണം. Amen. വചനം എന്ന മൂർച്ചയുള്ള വാള്. He took the knife. He took the knife. അടുത്തത് കേട്ടോണേ. തീ അബ്രഹാം പിതാവ് എടുത്തു. തീ എടുത്തു. ഇവിടെ തീപ്പെട്ടി എടുത്തെന്നല്ല, ലൈറ്റർ എടുത്തെന്നല്ല, തീ ഉണ്ടാക്കാനുള്ള എന്തെങ്കിലും കെമിക്കൽ എടുത്തെന്നല്ല. He took the fire. തീ എടുത്തെന്ന്. അന്നത്തെ കാലഘട്ടത്ത് ഇൻസ്റ്റൻ്റായി തീ ഉണ്ടാക്കാനുള്ള മരുന്നൊന്നുമില്ല. ഇന്നും ഈ ട്രൈബൽ ഏരിയാസിലൊക്കെ നോക്കിയാൽ മതി, യൂട്യൂബിലോ എവിടെയെങ്കിലുമൊക്കെ നോക്കിയാൽ മതി, ആഫ്രിക്കൻ അങ്ങ് അകത്തുള്ള ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിൽ അവർ തീ ഉണ്ടാക്കുന്നതെന്നറിയുമോ? തടി കഷ്ണം ഇട്ടിട്ട് അതിനകത്തൊരു ഹോളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഒരു വുഡ് ഇട്ട് ഇങ്ങനെ ഫ്രിക്ഷൻ ഉണ്ടാക്കി, ഫ്രിക്ഷൻ ഇങ്ങനെ കൂടിക്കൂടി വരുമ്പോഴത്തേക്കിന് സ്പാർക്ക് ഉണ്ടാവും. കരിയിലിടും, പിന്നെ ഉണങ്ങിയ മരക്കഷ്ണങ്ങൾ കൊണ്ടിടും, തീ ഉണ്ടാക്കിയിട്ട് അവരെന്നാ ചെയ്യുന്നതെന്നറിയാമോ ജോൺസൺ ചായ? ഈ തീയ്, ഈ കനല് വീട്ടിൽ സൂക്ഷിക്കും. ഞാനൊന്നുകൂടെ പറയാവേ, ഒരിക്കൽ കത്തിയ തീയെ കെടാതെ സൂക്ഷിക്കും. പിടിയിട്ടില്ല, വെളിപ്പാടിനകത്തോട്ട് കയറി പിടിക്കണേ. ഒരിക്കൽ കത്തിയ തീയെ വീട്ടിൽ കെടാതെ. കേട്ടെ കേട്ടെ, അതീന്ന് കുറച്ച് എടുത്തോണ്ടാ അബ്രഹാം പിതാവ് യാത്ര തുടങ്ങുന്നേ. കൂടെ ഉണ്ടോ നിങ്ങള്? കേട്ടോണേ മക്കളെ, എൻ്റെ ചോദ്യം അബ്രഹാം പിതാവിനോട്, ഈ 3 ദിവസത്തെ വഴിയാത്രയിലേ മഴ പെയ്ത് കാണും, മഞ്ഞിറങ്ങി കാണും, കാറ്റടിച്ച് കാണും, അബ്രഹാം പിതാവ് കിടന്നുറങ്ങി കാണും. പക്ഷെ പിതാവ് പറയാന്നേ, ആരാധനയ്ക്കുള്ള ആ തീ ഉണ്ടല്ലോ ഞാൻ കെടാതെ സൂക്ഷിച്ചെന്ന്. പെയ്തിറങ്ങിയ മഞ്ഞിനോ വീശിയടിച്ച കാറ്റിനോ ഭൂമിയെ നനച്ച മഴയ്ക്കോ അവൻ പ്രാപിച്ച തീയെ വിട്ടുകൊടുക്കാതെ അബ്രഹാം പിതാവ് പറഞ്ഞു, ആരാധനയ്ക്കുള്ള തീ, ആരാധനയ്ക്കുള്ള തീ, യാഗത്തിനുള്ള തീയെ ഞാൻ മറച്ചു പിടിച്ചെന്ന്. ഇന്ന് പകലിൽ ആരാ പറയുന്നത് എൻ്റെ അകത്ത് തീ കെട്ടുപോയിട്ടില്ലെന്ന് പറയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കരവടിച്ച് ദൈവത്തിന് ആരാധന കൊടുക്ക്. ഞാനോട് നിർത്തട്ടെ, പ്രാപിച്ച തീയെ കെടുത്തരുത്. കൂടുണ്ടോ? ഒരിക്കൽ കത്തിയതിനെ കെടാതെ സൂക്ഷിക്കണം, കെടുത്തി കളയരുത്. എവിടോ കെട്ടുപോയില്ലേ സിസ്റ്ററെ? അച്ഛാ, നമ്മുടെ തീ എവിടോ അണഞ്ഞു പോയില്ലേ? പക്ഷേ ഇന്ന് രാത്രി പകലൊരു ദൂത് കൈമാറാം. Ignite the fire again and keep the fire. മക്കളെ, കത്തിയ തീയെ keep that fire within you. പ്രാപിച്ച അഭിഷേകത്തെ കെടുത്തരുത്. എൻ്റെ ചോദ്യം, കത്തി കരുതുന്ന അബ്രഹാമേ, തീ കരുതുന്ന അബ്രഹാമേ, വിറക് ചുമക്കുന്ന ഇസഹാക്കേ, അപ്പൻ്റെ കൂടെ നടക്കുന്ന ഇസഹാക്കേ, നിങ്ങൾക്ക് വേണ്ടി കരുതില്ലേ? പിന്നെ ആർക്ക് വേണ്ടി കരുതുന്നേ? നടന്നു കയറി ഒരു 5 മിനിറ്റോടെ, ഇനിയുള്ള ഒന്നും ഞാൻ പറയുന്നില്ല. കിടത്തി കൈ നീട്ടി തൻ്റെ മകനെ ഇറക്കേണ്ടതിന് കത്തിയെടുത്തു. സത്യം പറഞ്ഞാൽ ഇനിയല്ലേ 100 ചോദ്യം ഇസാക്ക് ചോദിക്കണ്ടേ? അപ്പം എന്നെ കൊല്ലാനാണോ അപ്പം വന്നേ? ഈ കത്തി എൻ്റെ കഴുത്തിലാണോ വീഴണ്ടേ? പക്ഷെ യാഗമൃഗം താനാന്ന് തിരിച്ചറിഞ്ഞപ്പം പിന്നെ മിണ്ടിയില്ല. കാര്യം ഇസാക്കിനറിയാവേ, ഞാൻ മിണ്ടാതിരുന്ന മോളിൽ നിന്ന് എനിക്ക് വേണ്ടി എൻ്റെ അപ്പാടെ ദൈവം മിണ്ടുവന്ന്. നോക്ക്, ഒരുവൻ ഇറങ്ങി വന്നു, അപ്പാട് ഇഷ്ടം ചെയ്തു, പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന. കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീക്കണം. ഒന്നറിയാൻ വേണ്ടി ഇടയ്ക്ക് ചോദിച്ചേ, ആരാ അപ്പ യാഗമൃഗമെന്ന്. അപ്പ ചുമ്മാ പറഞ്ഞതാണേലും അവന് മനസ്സിലായി എന്നെ വെട്ടാൻ തന്നെ പോന്നേന്ന്. കൂടണ്ടോ? പിന്നെ മിണ്ടിയില്ല. ഉയരത്തിൽ നിന്നൊരു ശബ്ദം, അബ്രഹാമേ, അബ്രഹാമേ, ബാലന്റെ മേൽ കൈവെക്കരുത്. നിങ്ങൾ കേട്ടെ, അവനോടൊന്നും ചെയ്യരുത്. ഏകജാതനായ മകനെ തിരുവൻ മടിക്കായി കൊണ്ട്
നീ അവനെ ഭയപ്പെടുന്നു ഞാൻ അറിയുന്നു. അബ്രഹാം തല പൊക്കി നോക്കിയപ്പം പിമ്പുറത്തൊരു ആട്ടുകൊറ്റൻ കുരുങ്ങി കിടക്കുന്നത് അബ്രഹാം കണ്ടു. അബ്രഹാം പിതാവ് ഓടിച്ചെന്ന് ആട്ടുകൊറ്റനെ പിടിച്ച് യാഗം കഴിച്ചു. ഇനി എൻ്റെ ചോദ്യം, അബ്രഹാം പിതാവിനോട് ആട്ടുകൊറ്റനെ യാഗം കഴിക്കാൻ ആരാ പറഞ്ഞേ? ആരാ ജോൺസൺ പറഞ്ഞേ? പറയണ്ട. ഓക്കെ, ഇല്ല, ദൈവം അവിടെ പറഞ്ഞേ? പറ. ദൈവം പറഞ്ഞെന്ന് പുസ്തകത്തിൽ കാണിക്കാമെങ്കിൽ ഞാൻ ഇന്ന് ഈ പരിപാടി നിർത്താം. ദൈവം പറഞ്ഞില്ല. ദൈവം പറഞ്ഞത് നീ സ്നേഹിക്കുന്നതിൻ്റെ ഏകജാതനെ യാഗം കഴിക്കാനാ. അവനെ യാഗം കഴിക്കുന്നതിന് സ്വർഗത്തിലെ ദൈവം അവനെ പിന്തിരിപ്പിച്ചു. നമ്മളായിരുന്നെങ്കിൽ ആച്ചാ ഓടിച്ചെന്ന് ഇസാക്കിന് 2 ഉമ്മയും കൊടുത്ത് രക്തം ചെയ്യും ഗ്ലോറി പറഞ്ഞ് ചാടിത്തുള്ളി വീട്ടിൽ പോയനെ. അടുത്ത 2 ആഴ്ചത്തേക്ക് നമുക്ക് സാക്ഷ്യം പറയാനുള്ള വകുപ്പ് പോയി. പക്ഷെ അബ്രഹാം പിതാവ് പറയുക, നീ ഇസാക്കേ, നിനക്കൊരു ഉമ്മ തരുന്നതിനേക്കാൾ, നിന്നെ ഒന്ന് കെട്ടിപ്പിടിക്കുന്നതിനേക്കാൾ ഞാൻ ഈ മല കയറിയത് ആരാധന കഴിക്കാനാ. ഇറങ്ങിയത് എന്തിനാന്ന് മറക്കരുത് കേട്ടോ. ഇറങ്ങിയത് എന്തിനാന്ന് മറക്കരുത് കേട്ടോ. മല കയറി പലതും കിട്ടുമ്പം, ഇസാക്കിനെ തിരിച്ചു കിട്ടുമ്പം ഇറങ്ങി യാഗം മറക്കരുതെന്നാ ഞാനീ പറഞ്ഞേ. കൂടണ്ടോ? 10 മിനിറ്റ്. താങ്ക് യു. ഗ്രേസ് പീരീഡ് ഒരു 10 മിനിറ്റ് കൂടെ കിട്ടി. ആരാധന മറക്കരുത്. കൂടണ്ടോ നിങ്ങൾ? പക്ഷെ നമുക്ക് പറ്റിയ എന്നറിയാവോ? നമ്മൾ ആരാധന മറന്നു, നമ്മൾ യാഗം മറന്നച്ച. ബിസി ലൈഫായി. നമ്മളിപ്പോ ഇസാക്കിനെ കെട്ടിപ്പിടിച്ച് ഉമ്മയും കൊടുത്തോണ്ടിരിക്കുക. ദൈവം തന്ന ദാനങ്ങളെ വീണ്ടും പുലുകി നിൽക്കുമ്പം ആട്ടുകൊറ്റൻ കൊമ്പ് കുരുങ്ങി കിടക്കുന്നത് കണ്ടോ? എന്തിനാച്ച കൊമ്പ് കുരുക്കിയേ? അല്ലച്ച, ഓടിപ്പോകാതിരിക്കുക ഏറ്റവും നല്ലത് കാലേലോ കഴുത്തേലോ കുരുക്കുന്നതായിരുന്നു. കേട്ടോണേ, ഈ കൊമ്പ് കുരുങ്ങത്തക്ക നിലകളിൽ വളർച്ചയെത്തിയ ഒരു ആട്ടുകൊറ്റനായിരുന്നു. അതിൻ്റെ അർത്ഥം ഇസാക്ക് ജനിക്കുന്നതിന് മുമ്പ് ഇവൻ ജനിച്ചു കാണും. എടാ ഇസാക്ക്, നീ ജനിക്കുന്നതിന് മുമ്പ് മോറിയയിലേക്കുള്ള കരുതൽ ഞാൻ ജനിപ്പിച്ചിട്ടുണ്ടെന്ന്. ഇനി എന്തിനീ കൊമ്പ് കുരുക്കിയെന്നറിയാവോ? കാലോ കഴുത്തോ ദേഹോ വല്ലതും കുരുക്കിയായിരുന്നേ ഈ വള്ളി ഇങ്ങനെ മുറുകുമ്പം ഇവൻ ഊനമുള്ളതാവും. കൊമ്പ് കുരുക്കി ഒരാട്ടുകൊറ്റനെ അവിടെ കരുതി. ഇസാക്കിനെ യാഗം കഴിക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിച്ചു. അബ്രഹാം ആട്ടുകൊറ്റനെ യാഗം കഴിച്ചു. വീണ്ടും അനുഗ്രഹങ്ങൾ അങ്ങോട്ട് ചൊരിയാൻ തുടങ്ങി. എല്ലാം കഴിഞ്ഞ് താഴോട്ട് വരുമ്പോഴേ നമ്മൾ വായിച്ച കുറിവാക്യം, ബെഥുവേൽ റിബേക്കയെ ജനിപ്പിച്ചു. കേട്ടെ, അബ്രഹാമിന് വേണ്ടി, ഇസഹാക്കിന് വേണ്ടി ഇന്നിൻ്റെ ഒരു കരുതൽ സ്വർഗത്തിലെ ദൈവം കരുതി. ഒരാട്ടുകൊറ്റനെ കൊടുത്തു. പക്ഷേ അധ്യായം അവസാനിക്കുന്നതിന് മുമ്പ്, ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം തീരുന്നതിന് മുമ്പ്, കൊല്ലാൻ പറഞ്ഞ അതേ അധ്യായത്തിൽ നിന്റെ വീട്ടിൽ കയറി വരാനുള്ള മരുമോളയും കൂടെ ജനിപ്പിച്ചോണ്ടാ എൻ്റെ ദൈവത്തിൻ്റെ വിശ്വസ്തത തീരുന്നേ. എത്ര പേർക്ക് ആ ദൂത് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. തീർത്ത് കളയാൻ പറഞ്ഞ, ചാരമാക്കാൻ പറഞ്ഞ അതേ അധ്യായത്തിനകത്ത് നിന്റെ വീട്ടിൽ കയറി വരാനുള്ള റിബേക്കയെ ജനിപ്പിച്ച് എൻ്റെ ദൈവം വിശ്വസ്തത കാട്ടിയെങ്കിൽ, മാതാവേ, പിതാവേ, ബ്രദർ, സിസ്റ്റർ, നിന്റെ ചിന്തകൾക്കപ്പുറം കരുതുന്ന ഒരു ദൈവം എൻ്റെ ദൈവം. അബ്രാമേ, നീ പ്രതീക്ഷിച്ചിറങ്ങിയതേ ഒരാട്ടുകൊറ്റനെ തന്നിട്ട് ഇവിടെ നിർത്തുവന്ന അല്ലടാ, അല്ല അല്ല, നിന്റെ പ്രതീക്ഷകൾക്കപ്പുറം ഇസഹാക്കേ, ആട്ടുകൊറ്റനെ മാത്രമല്ല ഞാൻ കരുതാൻ പോന്നേ, നിന്റെ ഭാവി. എൻ്റെ ഭാവി എല്ലാം എൻ്റെ ദൈവമറിയുന്നു എന്ന്, എൻ്റെ ഭാവി എല്ലാം എൻ്റെ ദൈവമറിയുന്നു. പൂർണ്ണ സമാധാന നാൾ മുഴുവൻ പാടി. കേട്ടെ, നേരമില്ല. കേട്ടെ, ഒറ്റ വാക്കൂടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. അച്ഛാ, ഈ ഭാരം ചുമന്നുണ്ട് ഇസാക്ക് ഇങ്ങനെ മുകളിലോട്ട് കയറുമ്പോഴേ ശ്രദ്ധിക്കണേ. എൻ്റെ ചിന്തയാണ്, പെണങ്ങളെ,
ഏതോ ഒരു വീട്ടിൽ ബെഥുവേലിൻ്റെ ഭാര്യ നിറവയറുമായിട്ട് നടക്കുക. പിടിയിട്ടില്ല. ഇസഹാക്ക് യാഗത്തിന് വേണ്ടി മുകളിലേക്ക് കയറുമ്പം, ഭാരം ചുമക്കുമ്പം, നിന്റെ വാഗ്ദത്തം ഏതോ വീട്ടിൽ പിടിയിട്ടില്ല. നിന്റെ റിബേക്ക ഉദരത്തിലുണ്ടെന്ന് ഭാരം ചുമക്കുന്ന ആരോടോ പരിശുദ്ധാത്മാവ് കൈമാറുക. നിന്റെ ഭാവിയുടെ വാഗ്ദത്തങ്ങൾ എവിടെയോ എന്റെ ദൈവം ചുമക്കുന്നുണ്ടെന്ന്. കേട്ടെ 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 കേട്ടെ. യാഗപീഠത്തിന്റെ മുകളിൽ അപ്പന്റെ മുഖത്തേക്ക് നോക്കി 1000 ചോദ്യങ്ങൾ കണ്ണിൽ നിറഞ്ഞു നിൽക്കുമ്പോഴേ വേദനപ്പെട്ട് യാഗപീഠത്തിന്റെ മുകളിൽ കിടക്കുമ്പം അച്ഛ ഏതോ ഒരു വീട്ടിൽ പ്രസവ കിടക്കയിൽ പ്രസവ വേദനപ്പെടുകയാണ് ബെഥുവേലിന്റെ ഭാര്യ. നീ ഹൃദയം തകരുന്നെടുത്ത് നിന്റെ വാഗ്ദത്തത്തിന്റെ ജനനങ്ങൾ, നിന്റെ ചങ്ക് പടയുന്നെടുത്ത്, നിന്റെ ശിരസിലോട്ട് കത്തി കയറുമോ എന്ന് വേദനപ്പെടുന്ന അതേയിടത്ത് നിന്റെ വാഗ്ദത്തങ്ങളുടെ കേട്ടെ കേട്ടെ. ഒരപ്പന്റെ മകൻ താണ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. സ്വർഗമഹിമകളെ വെടിഞ്ഞു. അവൻ തകർക്കപ്പെടാൻ ഏൽപ്പിച്ചു കൊടുത്തു. അവൻ പച്ച പൈൻമര കുരിശും ചുമന്നുകൊണ്ട് ഗോൽഗോത്തയുടെ മുകളിലേക്ക് നട കയറിയപ്പം അവൻ ചുമന്നത് കുരിശല്ല മക്കളെ, അവൻ ചുമന്നത് നമ്മളെയാ. കേട്ടില്ല? അവൻ ചുമന്നത് കുരിശല്ല. അച്ഛാ, ഇസഹാക്ക് യാഗമാക്കാൻ ഏൽപ്പിക്കപ്പെട്ടപ്പം റിബേക്കയെ ദൈവം ജനിപ്പിച്ചെങ്കിൽ യേശുപ്പ യാഗമാക്കപ്പെട്ടപ്പോഴേ മണവാട്ടി സഭയുടെ ജനനം ഉണ്ടായി. എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. ഈ അപ്പം നുറുക്കപ്പെട്ട എന്തിനാണെന്നറിയാവോ? നീ ജനിക്കാൻ വേണ്ടിയാ. ഈ പാനപാത്രം അവന്റെ രക്തം ഊറ്റപ്പെട്ട എന്തിനാണെന്നറിയാമോ? എന്റെയും നിന്റെയും ജനനത്തിന് വേണ്ടിയാ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരകളെ ചേർത്തടിച്ച് അധരം തുറന്ന് ഒരു നിമിഷം ഒന്ന് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാമോ? ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്നേ. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. അവൻ തകർക്കപ്പെട്ടത്, അവൻ ഭാരം ചുമന്നത് എന്റെ ഭാവിക്ക് വേണ്ടിയാണെന്ന് ഉറപ്പുള്ളവർ ആ കരങ്ങളെല്ലാം ഉയർത്തിപ്പിടിക്കുക. ആ കരങ്ങളെല്ലാം ഉയർത്തിപ്പിടിക്കുക. കർത്താവിന്റെ തിരുമേശയിലേക്ക് നമ്മൾ അടുത്തു വരാൻ പോവുകയാണ്. ഇസഹാക്ക് ഏൽപ്പിക്കപ്പെട്ടപ്പോൾ റിബേക്ക ജനിച്ചെങ്കിൽ ഗത്സമനയിൽ ഏൽപ്പിക്കപ്പെട്ട് ഗബതയുടെ കൽക്കളത്തിൽ അടിയേറ്റ് വീണും എഴുന്നേറ്റും വീണു എഴുന്നേറ്റും ഗൊൽഗോഥയിലേക്ക് നടന്നു നീങ്ങിയപ്പോഴും താടിരോമം പിഴുതെടുത്തപ്പോഴും മുഖത്ത് കാർക്കിച്ചു തുപ്പിയപ്പോഴും അവന്റെ ഹൃദയം മുഴുവൻ ഞാൻ ആയിരുന്നെന്ന് ഉറപ്പുള്ളവരുണ്ട് കര ഉയർത്തിപ്പിടിക്കുക. അവന്റെ ഹൃദയം മുഴുവൻ ഞാൻ ആയിരുന്നെന്ന് ഉറപ്പുള്ളവരുണ്ടെങ്കിൽ പാപത്തെ സ്നേഹിപ്പാ ഞാനിനി പാപത്തെ സ്നേഹിപ്പാ ദൈവത്തിൻ പൈതലാ ജീവിക്കും ഞാൻ. എല്ലാ കരങ്ങളും ഉയർത്തി പാടണം കേട്ടോ. ദൈവത്തിൻ പൈതലാ ജീവിക്കും ഇത്രമാം സ്നേഹത്തെ, ഇത്രമാം സ്നേഹത്തെ
എത്ര നാൾ തള്ളി ഞാൻ ഇത്രമാ സ്നേഹത്തെ, എത്ര നാൾ തള്ളിയ ഈ മഹാപാപത്തെ ദൈവമേ ഓർക്കല്ലേ. ഈ മഹാപാപത്തെ ദൈവമേ ഓർക്കല്ലേ. കേട്ടേ, ആ കാൽവരിയുടെ കുലക്കളത്തിൽ ആ പച്ച പൈൻമര കുരിശിന്റെ മേൽ മൂന്നാണികളിൽ പിടഞ്ഞ് പിടഞ്ഞ് പിതാവേ സകലതും നിവർത്തിയായി എന്ന് പറഞ്ഞ് ഉറക്കെ കരഞ്ഞ് പ്രാണവേദനപ്പെട്ട് തന്റെ പ്രാണനെ വിട്ടപ്പം ഞാൻ ജനിച്ചെന്ന് ഉറപ്പുള്ളവരുണ്ടോ? സഭയാകുന്ന ഞാൻ ജനിച്ചു, സഭയാകുന്ന ഞാൻ ജനിച്ചു. മണവാട്ടി സഭയെ അവൻ ജനിപ്പിക്കാൻ ആ പ്രാണവേദനപ്പെട്ട ആ കർത്താവിന് കരവടിച്ച് ആ ക്രൂശിനെ ധ്യാനിച്ച് കർത്താവിന്റെ തിരുമേശയിൽ നമുക്ക്